ായ നല്ല ദൈവമേ, നിന്റെ പരിശുദ്ധ നാമത്തിന് എന്നും എല്ലായിടത്തും മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധനായ പിതാവേ, നിന്റെ തിരുപുത്രൻ്റെ തിരുനാമത്തെ അടിയങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും അവിടുന്ന് മഹത്വപ്പെടുത്തണമേ. ഈ നിമിഷങ്ങളിൽ നിന്റെ ദാസർക്ക് ആവശ്യമായത് നൽകാൻ തക്കവണ്ണം അടിയനെ ഉപയോഗിക്കണേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, നിന്റെ ദാസരിൽ വന്ന് നിറയണേ. ബുദ്ധിയെയും മനസ്സിനെയും അവിടുത്തെ വചനത്താൽ വിശുദ്ധീകരിക്കണേ, ശക്തിപ്പെടുത്തണേ, ആശ്വസിപ്പിക്കണേ. സകല പരിശുദ്ധന്മാരെ, ശുദ്ധമതികളെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാ മഹത്വവും കർത്താവേ എന്നും എല്ലായിടത്തും അവിടത്തേക്ക് മാത്രമുള്ളത്. പരിശുദ്ധനായ അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ നിന്റെ ദാസർ പ്രാർത്ഥിക്കുന്നു, കേട്ടരുളണമേ. ആമേൻ. സ്നേഹബഹുമാനപ്പെട്ട തിരുമേനി, പ്രിയപ്പെട്ട വൈദികരെ, മറ്റ് ശ്രേഷ്ഠരെ, എൻ്റെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സന്തോഷമുണ്ട് വീണ്ടും വീണ്ടും ഈ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ വചനം പറയാൻ സാധിക്കുന്നതിൽ. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് സിൽവാനോസ് അങ്ങനൊരു തിരുമേനി, ന്യൂയോർക്കാണ് എൻ്റെ ഓർമ്മ, വലിയ കരുതലും സ്നേഹവും എനിക്ക് തന്നത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഒരാഴ്ച ന്യൂയോർക്ക് ജ്ഞാനായ കൺവെൻഷൻ ഉണ്ടായിരുന്നു. സഭാസമൂഹങ്ങൾ ബലപ്പെടുന്നത് പ്രാർത്ഥനയുടെയും വചനവിചിന്തനങ്ങളുടെയും കൂടാരങ്ങളിലാണെന്ന് നമുക്കറിയാം. ഇസ്രായേലിനെ പോലെ കർത്താവിൻ്റെ നിറസാന്നിധ്യം അനുഭവിച്ചും ആസ്വദിച്ചും കൂടുതൽ തീക്ഷ്ണമായ ക്രിസ്തീയ ജീവിതത്തിന് നമ്മളെ തന്നെ ഒരുക്കാൻ തലമുറകളായി ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് നാം ആയിരിക്കുക. ഈ നിമിഷങ്ങളെ പ്രതിയും ദിവസങ്ങളെ പ്രതിയും നല്ല ദൈവത്തിന് സ്തോത്രം കരേറ്റാണ്. ബഹുമാനപ്പെട്ട ജിജി എന്നോട് ചോദിച്ചു, അച്ഛൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോണത്? ഞാൻ പറഞ്ഞു, കർത്താവ് കൂടെയുണ്ടെന്നും അവൻ കൂടെ ഉള്ളതുകൊണ്ട് പ്രശ്നവും പ്രയാസവും ഒന്നും തീരൂല്ലെന്നും, പക്ഷെ അവൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബലമെന്നും ഞാൻ പറയാം. ദിവസങ്ങളിലെ വാർത്തകളൊക്കെ വളരെ മോശമാണ്. മനുഷ്യൻ്റെ മനസ്സ് വലിയൊരു രഹസ്യമാണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ രഹസ്യാത്മകത ഇത്ര ഭീകരമാണെന്ന് ഈ അടുത്ത കാലത്താണ് മനസ്സിലാവണത്. പ്രഗത്ഭരും കൃപ നിറഞ്ഞവരും കർത്താവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരുമൊക്കെ ജീവിതത്തിൻ്റെ നിസ്സഹായതകളിൽ വല്ലാണ്ട് ഇടറിപ്പോവാണ്.
2 ആഴ്ച മുമ്പ് എൻ്റെ ഇടവകയിൽ ഒരു സൂയിസൈഡ് നടന്നു. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തൊരു സംഗതിയായിരുന്നു. ചെറുപ്പക്കാരൊന്ന് 2 പേര് എന്നോട് വന്ന് ചോദിച്ച്, അച്ഛാ, എന്നും പള്ളിയിൽ വരണവര്, ഒട്ടേറെ പ്രാർത്ഥിക്കണവര്, സമൂഹത്തിൽ ഔന്നത്യങ്ങളിൽ വ്യാപരിക്കുന്നവര്, എന്നിട്ട് എന്താച്ചാ ഇങ്ങനെയൊക്കെ പറ്റണത്? ഞാൻ അവനോട് ചെവി പറഞ്ഞു, മോനെ, അച്ഛന്മാർ ആത്മഹത്യ ചെയ്തത് നീ കേട്ടില്ലേ? കർത്താവിൻ്റെ അഭിഷിക്തര് ആത്മഹത്യ ചെയ്തത് നീ കേട്ടില്ലേ? വചനം എത്രയുള്ളോ? നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ. ദൈവഹിതം ആരായാനും കർത്താവിനോട് ചേർന്ന് നിൽക്കാനും അവൻ്റെ തിരുമനസ്സറിഞ്ഞ് ജീവിക്കാനും മനസ്സ് വച്ചില്ലെങ്കിൽ വചനം പറയണു, പിശാച് നിന്റെ വാതിൽക്കലുണ്ട്. മനുഷ്യൻ പണം സമ്പാദിക്കണു, സുഖസൗകര്യങ്ങൾ ആർജിക്കണം, പക്ഷെ ജീവിതം എവിടെയോ കൈവിട്ടു പോവാണ്. മക്കളൊക്കെ ഫോറിനിലാണ്. സമ്പത്തിനൊന്നും വലിയ കുറവില്ല. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളിൽ അത്താഴപ്പഷ്ണിക്കാരില്ലെന്ന് എനിക്കറിയാം. ലോകത്തില് ബെൻസ് കമ്പനിക്ക് 30 കിലോമീറ്റർ ചുറ്റളവില് 1-ൽ കൂടുതൽ ഷോറൂം ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. ബെൻസ് കമ്പനിക്ക് 30 കിലോമീറ്റർ ചുറ്റളവില് 1-ൽ കൂടുതൽ ഷോറൂം. നെടുമ്പാശ്ശേരിക്കും മരടിനും മധ്യേ 3 ഷോറൂമുണ്ട് ബെൻസിന്. നന്നായിട്ട് കച്ചവടം നടക്കണുണ്ട്. സമ്പത്തിനൊരു കുറവില്ല, സുഖസൗകര്യങ്ങൾക്ക് ഒരു പോരായ്മയില്ല. പ്രാർത്ഥനയും പരിത്യാഗങ്ങളും ആർഭാടമായിട്ട് ജീവിതത്തോട് ചേർന്നിരിപ്പുണ്ട്. പക്ഷേ ഒരു സുഖമില്ല, ഒരു സമാധാനമില്ല എന്ന് പറയുന്നവര് നിരവധിയാണ്. T.S. എലിയറ്റിന്റെ ഒരു കവിതയുണ്ട്, ദ വേസ്റ്റ് ലാൻഡ്. പഠിച്ചിട്ടുണ്ട് നമ്മളൊക്കെ. അയാൾ എഴുതും, വേർ ഈസ് ദ ലൈഫ് that's lost in living? Where is the wisdom that's lost in learning? And where is the knowledge that's lost in knowing? അയാൾ ചോദിക്കുന്ന ചോദ്യമാണ്, where is the life that's lost in living? Where is the wisdom that's lost in learning? And where is the knowledge that's lost in knowing? അദ്ദേഹത്തിൻ്റെ തന്നെ കവിതയാണ് ദ ഹോളോ മാൻ. അവസാന വരികൾ ഇങ്ങനെയാണ്, and the 20th century will end not with a bang but with a wimp. ഇനിയുള്ള കാലത്ത് മനുഷ്യൻ മരിക്കാൻ പോവണത് പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലത്രേ. നോട്ട് വിത്ത് എ ബാങ് ബട്ട് വിത്ത് എ വിംബ്. ഇനിയുള്ള കാലം മനുഷ്യൻ മരിക്കാൻ പോവണത് വിതുമ്പി കരഞ്ഞുകൊണ്ടാണ്. വളരെ സത്യമാണ് അയാൾ പറഞ്ഞത്. മരിക്കാൻ കിടക്കണ നേരത്ത് ഞങ്ങൾ അച്ഛന്മാരെ കുറിച്ചുള്ളൊരു തമാശയാണ്. അത് നിങ്ങൾ അൽമായർക്ക് ഇത്തിരി ഇക്കിളി തരും, അതുകൊണ്ട് പറയണം. അച്ഛന്മാരെ കുറിച്ചാണ് പറയണത്.
വികാരിയച്ഛൻ മരിക്കാൻ കിടക്കുന്ന നേരത്ത് കൊച്ചച്ഛനെ വിളിച്ചു അത്രേ, അസിസ്റ്റന്റ് അച്ഛനെ. കാരണവർ മരിക്കാൻ കിടക്കണം. വിളി കേട്ടപ്പോൾ കൊച്ചച്ഛൻ ഓടിച്ചെന്നു, അസിസ്റ്റന്റ് അച്ഛൻ ഓടിച്ചെന്നു. വല്യച്ഛൻ പറഞ്ഞു, മോൻ ആ കസേര ഇട്ടൊന്ന് അടുത്തിരിക്കും. അസിസ്റ്റന്റ് അച്ഛൻ അടുത്തിരുന്നു. അച്ഛൻ ചോദിച്ചു, എന്താ വികാരിയച്ഛ, വല്ല വിഷമമുണ്ടോ, എന്താ ടെൻഷനുണ്ടോ, എന്താ അച്ഛൻ വിളിച്ചേ? വേറൊന്നുമില്ല മോനെ, വല്ലാത്തൊരു വിഷമം. എന്ത് പറ്റിയച്ചാ? ഇത്തിരിയും കൂടി സൂക്ഷിച്ച് ജീവിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മരിക്കായിരുന്നു. അല്പം കൂടി ജാഗ്രതപ്പെട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇത്തിരിയും കൂടി സ്റ്റാൻഡേർഡായിട്ട് ചാവായിരുന്നു. ഇപ്പം അത് ഓർക്കും ഒരു സങ്കടമുണ്ട്. Where is the life that's living, that's lost in living? ഇങ്ങനെയുള്ള കൺവെൻഷനുകളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. കർത്താവിൻ്റെ വചനമാണ്. ഞാൻ വന്ന് അവരോട് സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു പാപത്തിൽ നിന്നും അവർക്ക് ഒഴികഴിവില്ല. കാരണം I have already spoken the things. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ വർഷം, if I am right, അങ്ങ് ദൂരെ ആമസോൺ കാട്ടില് 4-5 പിള്ളേര് പെട്ടൊരു വാർത്ത ആഘോഷിച്ച്. പീക്കിരി പിള്ളേരാണ് കാട്ടിൽ പെട്ടത്. ഒരു ഹെലികോപ്റ്റർ ഓർ ഫ്ലൈറ്റ് ആക്സിഡന്റ്. അപ്പനും അമ്മയും പൈലറ്റും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയി. ഈ 5 പിള്ളേര് രക്ഷപ്പെട്ടു. 14 വയസ്സുള്ളത് മൂത്തത്, 6 മാസമുള്ളത് ഇളയത്. ഗംഭീര തെരച്ചിലാണ് ഗവൺമെന്റിന്റെ പട്ടാളം നടത്തിയത്. ഏതാണ്ട് 10-14 ദിവസം കഴിഞ്ഞപ്പോൾ പിള്ളേരെ കിട്ടി. കുഞ്ഞുങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചു പോയ കടിച്ച പഴങ്ങളും അവർ അവിടെയും ഇവിടെയും നഷ്ടപ്പെടുത്തിയ വസ്ത്രത്തിന്റെ കഷണങ്ങളും ഒക്കെ കണ്ട് പട്ടാളം അവരെ കണ്ടെത്തി. ഈ കുഞ്ഞുങ്ങൾ കാട്ടിൽ ലൈവായിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ പട്ടാളം ചെയ്ത വലിയൊരു പ്രവൃത്തി നിങ്ങളൊരു പക്ഷേ പത്രത്തിൽ, മാധ്യമങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എ ഹിസ്റ്ററി. പട്ടാളം ചെയ്തത്, ഹെലികോപ്റ്ററില് ആയിരക്കണക്കിന് ലീഫ്ലെറ്റുകൾ അവർ ആകാശത്തുനിന്ന് വിതറിയെന്ന് പറയണേ. ആയിരക്കണക്കിന് ലീഫ്ലെറ്റുകൾ അവർ വിതറി. ആ ലീഫ്ലെറ്റുകളിൽ എഴുതിയിട്ടുള്ള കാര്യത്രേ ഉള്ളൂ, മക്കളെ ഭയപ്പെടരുത്, പുഴയെന്ന് മാത്രമേ വെള്ളം കുടിക്കാവൂ, കാണുന്ന എല്ലാ വസ്തുക്കളും എടുത്ത് കഴിക്കരുത്, മക്കൾ ഒരു തരത്തിലും ഭയപ്പെടരുത്, ഞങ്ങൾ മക്കളുടെ പിന്നാലെയുണ്ട്, പട്ടാളം നിങ്ങളുടെ പിന്നാലെയുണ്ട്, നാട് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും നിങ്ങളുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സോ യു ബി ബ്രേവ് ഇനഫ്. ഒരിക്കലും നഷ്ടധൈര്യരാവരുത്. ദിവസങ്ങൾക്ക് ശേഷം ഈ കൊച്ചങ്ങളെ പട്ടാളം പൊക്കി. 14 വയസ്സുള്ള പെങ്കൊച്ചിനോട് പട്ടാളക്കാർ ചോദിച്ചു, നിനക്ക് എവിടുന്ന് ധൈര്യം കിട്ടി ഈ 6 മാസമുള്ള കൊച്ചിനെയും നെഞ്ചത്ത് വെച്ച് ഈ കൊടുങ്കാട്ടിക്കൂടെ നടക്കാൻ? നഷ്ടധൈര്യാവാതെ ഇത്രയും നാള് പിടിച്ചു നിൽക്കാൻ നിനക്ക് എന്താണ് ബലമായി തീർന്നത്? പട്ടാളക്കാരുടെ ചോദ്യത്തിന് കൊച്ചൻ പറഞ്ഞ മറുപടി മാധ്യമങ്ങളിലുണ്ടായിരുന്നു. അതാരും ഗൗരവത്തിലെടുത്തില്ല. ബട്ട് വി ഹാവ് ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. കൊച്ചൻ പറഞ്ഞ മറുപടി ഇതാണ്, സർ, കയ്യിൽ കടലാസ് കിട്ടിയപ്പോ വല്ലാത്തൊരു ബലം വന്നു. ഒരു നാട് മുഴുവനും പിന്നാലെയുണ്ട്, പട്ടാളക്കാര് ഞങ്ങളെ തെരയുന്നുണ്ട്, ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സത്യത്തിൽ സർ, ആ ലീഫ്ലെറ്റാണ്
പിടിച്ചു നിൽക്കാനുള്ള ബലം തന്നത്. ഈ സുവിശേഷ യോഗത്തില് അച്ഛന് നിങ്ങളോട് പ്രഥമത പറയാനുള്ളത് അതാണ്. ഈ കെട്ടകാലത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇമ്മാതിരി നമ്മളെ ആകുലപ്പെടുത്തുമ്പോ, അസ്വസ്ഥരാക്കുമ്പോ, ആകാശത്ത് നിന്ന് ദൈവമിട്ട് തന്നേക്കണ ലീഫ്ലെറ്റാണിത്. ആകാശത്തുനിന്ന് ദൈവം തന്നേക്കണ ലീഫ്ലെറ്റ് അത്. വല്ലപ്പോഴൊക്കെ ഇതൊന്നെടുത്ത് വായിക്കണം. ഇതിനകത്ത് പറയുന്നത് മാത്രമാണ്, നീ ഒരിക്കലും നഷ്ടപ്പെടില്ല, നിന്നെ തേടി ഞാൻ നിന്റെ പിന്നാലെയുണ്ട്. ഒത്തിരി മക്കള്, എൻ്റെ മാലാഖമാരും വിശുദ്ധരും നിനക്ക് വേണ്ടി നിരന്തരം എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെയും നിന്റെ പൂർവികരുടെയും പ്രിയപ്പെട്ടവരുടെയും പുണ്യങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. ഞാൻ ഒരിക്കലും നിന്നെ മറന്നു കളയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. എത്ര ഭീകരമാണ് നിന്റെ ജീവിതാവസ്ഥയെങ്കിലും I should save you. നമ്മുടെ കർത്താവ് ദിനം പ്രതി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അത്. ഈ ദിവസങ്ങളിലൊക്കെ വായിക്കുന്ന വാർത്തകള് അതുകൊണ്ടാണ് എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നത്. ഇത് മുഴുവനും അറിഞ്ഞിരുന്നിട്ടും അത്രമാത്രം പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കരുത്തുള്ളവരെന്ന് കരുതുന്ന മക്കൾ ഇടറിപ്പോണത്? അച്ഛൻ മനസ്സിലാക്കണു, ജീവിച്ചു പോകുമ്പോ എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്. ബിവെയർ ഓഫ് ഇറ്റ്. വല്ലാണ്ട് സൂക്ഷിക്കണം നമ്മള്. പ്രാർത്ഥന ആകുന്നില്ലെങ്കിൽ ചുമ്മാ കുറെ വാക്കുകള്, കുറെ കാണാതെ പഠിച്ച വാചകങ്ങള് ചൊല്ലിക്കൂട്ടുന്നതല്ല പ്രാർത്ഥന. ഇന്ന് എല്ലാവർക്കും അറിയാം. വളരെ വ്യക്തിപരമായ ഒരു ബന്ധം, ഒരു റപ്പോർട്ട് കർത്താവിനോടില്ലെങ്കിൽ വിശ്വാസ ജീവിതം അർത്ഥശൂന്യമാണെന്ന് നമുക്കറിയാം. സ്നേഹമുള്ളവരെ, ഇത്തരത്തിലുള്ള വിശുദ്ധ യോഗങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തട്ടെ, നമ്മുടെ കൂട്ടായ്മകളെ ദൃഢമാക്കട്ടെ. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്ര അർത്ഥപൂർണമാവട്ടെ. ഹല്ലേലൂയ. അവർക്ക് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് ഗ്രന്ഥം 33 അധ്യായം 15, 16, 17 തിരുവചനം. കർത്താവ് കൂടെയുണ്ടെന്ന് വല്ലാണ്ട് എന്നോട് പറയുന്ന ഒരു സുവിശേഷ കഥാപാത്രമാണ് മോശ. മാൻ ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ മനുഷ്യൻ. ദൈവം കൂടെയുണ്ട് എന്ന ഒറ്റ ബലത്തിൽ ജീവിതത്തിന്റെ അസാധ്യതകളെയൊക്കെ സാധ്യമാക്കിയവനാണ് മോശ. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വഴിയിലൂടെ സഞ്ചരിച്ചവൻ. പുറപ്പാട് ഗ്രന്ഥം 33 അധ്യായത്തില് മോശയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. മോശ കർത്താവിനോട് പറയും. ഇതിങ്ങനെയാണ് വചനം. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ, നിങ്ങൾ വായിക്കുന്ന ബൈബിളില് തിരുസാന്നിധ്യം ഞങ്ങളോടൊപ്പം വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. തിരുസാന്നിധ്യം കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ ഞാനും നിന്റെ ജനവും ഈ ഭൂമുഖത്തുള്ള സകല ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. ഹല്ലേലൂയ. 3 വാചകമാണ് ദൈവത്തോട് മോശ പറഞ്ഞത്. ഇഫ് യു ഡോണ്ട് കം ഐ വോണ്ട് ഗോ. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഒരിടത്തും പോവില്ല.
നമുക്കറിയാം പഴയ നിയമത്തിലെ മോശ അത്ര നല്ല ഉണ്ണിയൊന്നല്ല. 100 കുറവുകളുള്ളൊരു മനുഷ്യനാണ് മോശ. ഏതാണ്ട് 10-40 വയസ്സ് വരെ അപ്പൻ ആരാണെന്ന് അറിയാതെ വളർന്നവനാണ്. ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പനില്ലാതെ വളർന്നവനായതുകൊണ്ട് സ്വാഭാവികമായും അയാൾ ഒത്തിരി ആന്തരിക മുറിവുകളുള്ള ഒരു വ്യക്തിയാണ്. ഇന്നർ വൂൺസ്, ആന്തരിക മുറിവുകൾ ഏറെ ഉള്ളതുകൊണ്ട് അയാൾ ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് വയലന്റ് ആവും, ഭയങ്കര ചൂടനാണ്. അരിശക്കാരനാണെന്ന് മാത്രമല്ല, ആരെ കേറി തല്ലാനും ഒരു മടിയില്ലാത്തവനാണ് മോശ. അങ്ങനെ ഒരു പാവത്തിനെ തല്ലിയതാണ്, അത് ചത്തുപോയി. പിറ്റേന്ന് വേറൊരെണ്ണത്തിനെ തല്ലാൻ പിടിച്ചു എന്നാണ് പുറപ്പാട് പുസ്തകം. അപ്പൊ മോശ ആന്തരിക മുറിവുള്ളവനാണ്, അപ്പനാരെന്നറിയാത്തവനാണ്, ക്ഷിപ്രകോപിയാണ്, മോശ വിക്കനാണ്, മോശ ഒരു കൊലപാതകിയാണ്. ഹീസ് എ ക്രിമിനൽ ആഫ്റ്റർ ഓൾ. മോശ അത്ര നല്ല സ്റ്റാൻഡേർഡുള്ള ആളല്ല. മോശ വളരെ മോശമാണ്. പക്ഷെ ഈ മോശയെക്കുറിച്ച് ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. മോശ ആകാശത്തേക്ക് നോക്കി അലറുമ്പോ മഞ്ഞ പെയ്യും. മോശ ദിക്കുകളോട് കൽപ്പിക്കുമ്പോ കാടപ്പക്ഷികൾ വരും. മോശ പാറപ്പുറത്തടിക്കുമ്പോ വെള്ളം പുറപ്പെടും. മോശ കടലിന് നേരെ വടി നീട്ടുമ്പോ ചെങ്കടല് പിളരും. മോശ പ്രാർത്ഥിക്കാൻ പള്ളി കയറുമ്പോ ആകാശത്ത് നിന്ന് ദൈവസാന്നിധ്യം മേഘരൂപത്തിൽ ഇറങ്ങി വന്ന് സമാഗമ കൂടാരത്തെ പൊതിയും. നമ്മളൊന്നും പ്രാർത്ഥിക്കുന്ന പോലെയല്ല, സ്നേഹിതനോടെന്ന പോലെ മോശ കർത്താവിനോട് വർത്താനം പറയും. നമ്മളൊക്കെ കർത്താവിനെ സംബോധന ചെയ്യണത് 1 കിലോമീറ്റർ നീട്ടമുള്ള വാചകം വെച്ചിട്ടാണ്. ഒരു സംബോധനയ്ക്ക് തന്നെ 10 മിനിറ്റ് എടുക്കും, ചില പ്രാർത്ഥനയുടെ ഒക്കെ, കുർബാനയിലായാലും മറ്റു പല സ്ഥലത്തും. മോശയ്ക്ക് ഇങ്ങനെ നീട്ടിപ്പിടിച്ചുള്ള ഒരു സംബോധനകളും ഇല്ല. മോശ സ്നേഹിതനോടെന്ന പോലെ എന്നാണ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോശ തുടങ്ങുന്നത്. മോശ അത്ര കൂളാണ്. മോശ കാണിച്ചു കൂട്ടിയ അത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാണ്ട് അത്ഭുതം തോന്നും. ഞാൻ വല്ലപ്പോഴൊക്കെ ഈ വിശുദ്ധ നാട്ടിൽ പോവാറുണ്ട്. പോകുമ്പോഴൊക്കെ എൻ്റെ ഒരു വികൃതിയാണ്. വിശുദ്ധ നാട്ടിൽ മിക്കവാറും അച്ഛന്മാരൊക്കെ പോയിട്ടുണ്ടാവും. ഈജിപ്തിലേക്കുള്ള യാത്രയിൽ സീനായി മലയുടെ അടിയത്ത് ഒരു ഹോട്ടലിൽ താമസിക്കും. വലിയ ഹോട്ടലാണത്. എൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ ചെങ്കടൽ വഴി കപ്പലുകളൊക്കെ കാണാൻ പറ്റും. കൗതുകത്തിന് അത് കാണാൻ ഞാൻ പോവാറുണ്ട്. ഒരു ബർമൂഡയൊക്കെ ഇട്ട് തഞ്ചം കിട്ടിയാ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാമെന്നുള്ള കൊതിയിൽ ഞാൻ പോകും. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. ലേഡീസിനെ ഒന്നും കൂട്ടാറില്ല. ആരെങ്കിലും പുരുഷന്മാരൊക്കെ ചുമ്മാ കുളിക്കാൻ കടപ്പുറത്ത് കിടക്കണ ഏതെങ്കിലും ഒരു നീട്ടമുള്ള കമ്പെടുത്ത് കോലെടുത്ത് ഞാൻ കൈ പിടിക്കും. മോശം മുറിച്ച കടലാണല്ലോ. മൂക്കറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ, ഒരു 7-8 പ്രാവശ്യം ഞാൻ അലറിയിട്ടുണ്ട്, മാറിപ്പോട്ടെ. മോശയെക്കാളും സ്റ്റാൻഡേർഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പനാരാന്നറിയാല്ല. എനിക്ക് നല്ല ഉറപ്പ്. വിക്കില്ല, തല്ലിയിട്ടുണ്ട്, കൊന്നിട്ടില്ല. ഞാൻ ആ ഉറപ്പിലാണ് ഞാൻ അലറാട്. മാറിപ്പോട്ടെ. ഈ മൂക്കിൽ ഉപ്പുവെള്ളം പോണല്ലാണ്ട് കടൽ മാറണത് ഞാൻ കണ്ടിട്ടില്ല. മോശ പള്ളി കയറുമ്പോ ആകാശത്തുനിന്ന് ദൈവസാന്നിധ്യം മേഘരൂപത്തിൽ വരുമെന്നാ പറയണേ. നമുക്കതൊന്നും കാണാനുള്ള യോഗ്യത ഇതുവരെ ഉണ്ടായിട്ടില്ല. ചങ്കു പൊട്ടി ഖുർആൻ അർപ്പിക്കണം. ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് ചെന്ന് പരിശുദ്ധ കുർബാന ആരംഭിക്കാനായിട്ട് വലിയ ആഘോഷമായ കുർബാനയൊക്കെ ആയിരുന്നു.
തിരുനാളിനോടനുബന്ധിച്ചുള്ള ഗംഭീര ബലിയർപ്പണം. എന്താ അവരെന്നെ വിളിച്ചെന്ന് എനിക്കറിയില്ല. ഈ തല നരച്ചതിൻ്റെ ആനുകൂല്യത്തിൽ പോയതാണ് ഞാൻ. കുർബാന ഞാൻ തുടങ്ങിയുള്ളൂ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയെന്ന് പറഞ്ഞ് നാക്കെടുത്തില്ല, ഡും എന്നും പറഞ്ഞ് കരണ്ടങ്ങോട്ട് പോയി. കറക്റ്റ് പിതാവിനും പുത്രനും വെച്ച കറക്റ്റ് സമയത്ത് കരണ്ട് പോയി. മുമ്പിൽ നിന്ന ഒരു പ്രായമുള്ള അമ്മച്ചി ഇത്തിരി ഉറക്ക പറഞ്ഞ്, എന്തൊരു ഐശ്വര്യമുള്ള അച്ഛൻ. ഞാൻ തകർന്നു പോയൊരു നേരമാണ്. അതെന്തിനാ തള്ള എത്ര ഉറക്ക പറഞ്ഞെന്നുള്ളതാണ് എൻ്റെ സങ്കടം. മോശ പള്ളി കയറുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം മേഘരൂപത്തിൽ ഇറങ്ങി വരും എന്ന് പറയണേ. നമ്മളൊക്കെ പള്ളി കയറുമ്പോ കരണ്ട് പോണതാ കണ്ടേക്കണേ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മോശയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ കൃപ? അത്ഭുതം തോന്നും, നമുക്ക് അത്ഭുതം തോന്നും. നിങ്ങൾ അച്ഛന്മാരാരെങ്കിലും തബൂക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് സൗദി അറേബ്യയിൽ. തബൂക്ക്, സൗദി പോയിട്ടുള്ളവർക്കറിയാം. പോണ്ടൊരു സ്ഥലമുണ്ട്. അവിടെയാണ് അത്ര മോശ ചെങ്കടൽ മുറിച്ച് കയറിയത്, അവരുടെ വിശ്വാസം. അതുപോലെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഈ ബൈബിള് വായിക്കുമ്പോൾ. കർത്താവ് മോശേനെ വാഗ്ദത്ത നാട് കാണാൻ സമ്മതിച്ചില്ലല്ല. നെബോ മലയിൽ വെച്ച് മോശ അവസാനിച്ചു. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. മര്യാദയായില്ല തമ്പുരാനെ. 19 വയസ്സിൽ വിളിച്ച് കൂട്ടി കയറ്റി ഈ പാവത്തിന് മുമ്പിൽ നടത്തി. അവസാനം 120 വയസ്സായപ്പോൾ ഇവിടെ നിന്ന് കണ്ടാൽ മതി, ഇവിടെ കിടന്ന് ചത്തോ എന്നും പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു മര്യാദയില്ലാത്ത പരിപാടിയായി പോയി എന്ന് ഞാൻ കർത്താവിനോട് പലപ്പോഴും പരാതിപ്പെട്ടിട്ടുണ്ട്. കാരണം തമ്പുരാൻ പറയണതും ബൈബിള് പഠിക്കുന്നവർ പറയണതും ഈ പാപത്തിനോട് വടി നീട്ടാൻ പറഞ്ഞപ്പോൾ അടിച്ചു എന്നുള്ളതാണ്. അതിത്ര വലിയ പാപമായിട്ട് കണക്കാക്കണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് കർത്താവിനോട് ഞാൻ പരിഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ തബൂക്കിൽ ചെന്നപ്പോഴാ ഞാൻ ആകെ തകർന്നു പോയത്. ഐ എം സോറി കേട്ടോ, എൻ്റെ മൊബൈലാണ് അടിക്കണത്, സൈലന്റ് ആക്കി. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. വേറൊന്നുമല്ല, ഞാൻ വിചാരിച്ചത് നമ്മളൊക്കെ വിചാരിച്ചേക്കണത് മോശ പാറയമ ഒരൊറ്റ അടി അടിച്ച് അപ്പൊ തന്നെ വെള്ളം വന്നു. കഥ എന്താണെന്നറിയോ? നമ്മുടെ ആള് ഓടി നടന്നടിച്ചേക്കണം. ഒരു കുളമൊന്നുമല്ല, 50 മീറ്റർ ഗ്യാപ്പ് ഇട്ട് ഓടി നടന്നടിച്ചേക്കാം മോശ. ഒരു സ്ഥലത്ത് അടിച്ചോ വെള്ളം വന്നാണ്ടപ്പോ മോശയ്ക്ക് ഹരമായി കാണണം. ഇസ്രായേൽക്കാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി മോശ തകർത്തടിച്ച്. തമ്പുരാന് ഭ്രാന്തായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു ഇവിടം വരെ മതിയെന്ന്. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു മോശയുടെ. 1/2 കിലോമീറ്റർ അപ്പുറത്ത് കട്ടുപ്പുള്ള വെള്ളം, മോശ അടിച്ചിട്ടേക്കണ കിണറിലൊക്കെ നല്ല മധുരിക്കുന്ന വെള്ളം. കർത്താവ് മോശയോട് പറഞ്ഞു ഇവിടം വരെ മതിയിട്ടാ. മോശ ചില്ലറക്കാരനൊന്നുമല്ല, മോശ ചില്ലറക്കാരനൊന്നുമല്ല. 1-2 മനുഷ്യരെ കൊണ്ടല്ല മോശ നടന്നത്. പല സ്ഥലത്ത് പല കണക്കാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് പറഞ്ഞേക്കണത് 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നെന്നാണ്. 6 ലക്ഷം പുരുഷന്മാര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 6 ലക്ഷം പുരുഷന്മാരെന്ന് പറയുമ്പോ എത്ര ലക്ഷം സ്ത്രീകളുണ്ടാവും? ഇതിപ്പോ ഇവിടെ ഇരിക്കണ കണക്ക് വെച്ച് പിടിച്ചാൽ തന്നെ 3 ഇരട്ടി ഉണ്ടാവും. അങ്ങനെ കൂട്ടിയാൽ തന്നെ 18 ലക്ഷം പെണ്ണുങ്ങൾ. ഓക്കെ, 6 ലക്ഷം പുരുഷന്മാർ, 18 ലക്ഷം സ്ത്രീകൾ. 18 ലക്ഷം സ്ത്രീകളും 6 ലക്ഷം പുരുഷന്മാരും ഉണ്ടെങ്കിൽ പിള്ളേരെത്ര ഉണ്ടാവും? ആലോചിച്ച് നോക്കി. മക്കള് എന്ന് പറഞ്ഞാൽ നെല്ലിക്കക്കൊട്ട മറച്ചോണാണ് ഇസ്രായേൽക്കാർക്ക്. പിള്ളേര് സ്വർഗത്തിന്റെ ദാനം, ദൈവത്തിന്റെ അനുഗ്രഹം. യാക്കോബിന് തന്നെ 13 കണക്ക്. അത്രയും വെച്ച് നോക്കണ്ട, ഒരു 10 വെച്ച് പിടി. എത്ര ലക്ഷം പിള്ളേര്, ആടുമാടുകള് എന്തോരം. യാക്കോബ് തന്നെ ക്ലോണിംഗ് ഒക്കെ നടത്തി അമ്മായപ്പനുണ്ടായ എൻ്റെ 100 ഇരട്ടി ഉണ്ടാക്കിയെന്നാ പറയണേ. ആ വകുപ്പിൽ തന്നെ എന്തുമാത്രം ആടുമാടുകള്, പക്ഷിമൃഗാദികള്. ഇതെന്നാ പോക്കത്? ചില്ലറ യാത്രയൊന്നും അല്ല മോശയുടെ. ഈ പടുവൃദ്ധനാണ് ഈ മുമ്പിൽ നിൽക്കണേ. 80, 90, 95, 100 വയസ്സുള്ള ഈ മോശയാണ്. ഞാൻ പലപ്പോഴും മോശയോട് ചോദിച്ച് തനിക്കിതെങ്ങനെ സാധിച്ചു?
100-200 ഇടവകക്കാരുള്ള ഒരു ഇടവക സമൂഹത്തെ കൊണ്ടുപോകണ പങ്കപ്പാട് എനിക്കറിയാം. ഇപ്പോഴുള്ള എൻ്റെ ഇടവകയിൽ 1000 വീട്ടുകാരാണ്, 1-2 എന്തൊരു കഷ്ടപ്പാടാന്നറിയോ? സ്വരം വരുമ്പോൾ താളം വരില്ല, താളം വരുമ്പോൾ സ്വരം വരില്ല, ഇത് രണ്ടും വരുമ്പോൾ പണ്ട് പറഞ്ഞ പോലെ അവസരം വരില്ല. ആകെ പ്രശ്നമാണ്. 2 ഒരുമിച്ച് ഉമറത്തിരുത്തി വർത്താനം പറയാൻ പറ്റൂല. ഒരെണ്ണത്തിനെ കണ്ടൂടാ. പള്ളി കയറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമൊക്കെ വെക്കും എന്നുള്ളത് സത്യം. ഒരെണ്ണത്തിന് ഇഷ്ടമല്ല. ഇവറ്റേനെ തടുത്തുകൂട്ടി കൊണ്ടുപോകാൻ മനുഷ്യൻ പെടുന്ന പാട്. എന്തിനങ്ങോട്ടൊക്കെ പോണേ? 2 മക്കളുള്ള അമ്മമാര് വൈകുന്നേരം 3:30 പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ കട്ടിൻ്റെ അടിയിൽ ഒളിക്കണ അമ്മമാര് എനിക്കറിയാം. പിടിച്ച് തിന്നാനുള്ള വിശപ്പായിട്ട് വരണേച്ചാ, ഒളിച്ചിരുന്നില്ലെങ്കിൽ പണി പാളും. അത്രയ്ക്ക് ടെൻഷനാ പല കാരണവന്മാർക്കും. ഒരു ദിവസം സ്കൂളില്ലാന്ന് പറഞ്ഞാൽ എനിക്കൊരു LKG ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു പള്ളിയിൽ. LKG UKG ഒക്കെ ഉണ്ടായിരുന്നു. 19 പിള്ളേർ. ഒരു ഉരുള ചോറുണ്ണാൻ ഈ സാധനങ്ങൾ സമ്മതിക്കില്ല. എൻ്റെ തലയുടെ മുകളിലാണ് LKG. 80 പിള്ളേർ. ഒരു ഉരുള ചോറ് ഇങ്ങനെ ഉരുട്ടി വായിലേക്ക് വെക്കുമ്പോഴേക്കും വാതുക്കെ പ്രത്യക്ഷപ്പെടും. അച്ഛാ, ഞാൻ പറയും നീ അവിടെ പോയിരിക്കും, ഞാൻ ഈ ചോറൊന്നും ഉണ്ണട്ടെ. ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവിനോട്, ഒരു ബന്ദ്, ഒരു കർത്താവേ ഒന്ന് സമാധാനമായിട്ട് ഒരു ദിവസം ഒന്ന് കിടന്നുറങ്ങാൻ. കുറേ പ്രാർത്ഥിച്ചിട്ടാണ് ഒരു ഹർത്താൽ കിട്ടിയത്. 8 മണിയായപ്പോഴേക്കും എനിക്ക് ഫോൺ വന്നു ഒരു കൊച്ചിൻ്റെ അമ്മയുടെ. അച്ഛാ, സ്കൂൾ വണ്ടി കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞടി, ഇന്ന് പത്രം വായിച്ചില്ലേ നീ? എന്താണ്? ഹർത്താലാണ്. ഉടനെ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ച ചതിക്കരുത്, എങ്ങനെയെങ്കിലും ഈ സാധനത്തിനൊന്ന് എടുത്തോണ്ടു. എന്തോരം തുണി അച്ഛ അലക്കാൻ വെച്ചേക്കണേ. ഇന്ന് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചേക്കണ ദിവസം. 2 പിള്ളേരുള്ള അമ്മമാര് കഴിക്കണ പാട്. 6 ലക്ഷം പുരുഷന്മാര്, 12 ലക്ഷം പെണ്ണുങ്ങള്, ഒരു 10-25-30 ലക്ഷം പിള്ളേര്. ഈ പടുവൃദ്ധൻ ഉമറത്ത് മുമ്പിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മോശയ്ക്ക് എവിടെന്നാ ഈ കൃപ കിട്ടിയത്? അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലാണ് മോശ ഇങ്ങനെ ഒരു വെളിപാട് തന്നത്. മോശ പറഞ്ഞ്, പുറപ്പാട് 33:15 നീ എടുത്ത് വായിക്കും. 33:15 അതാണ് എൻ്റെ കൃപയുടെ അടിസ്ഥാനം, അതാണ് എൻ്റെ ജീവിതത്തിന്റെ ബലം. അതിതാണ്. മോശ കർത്താവിനോട് പറയും, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഒരിടത്തും പോവില്ല. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഒരിടത്തും പോവില്ല. നീ എൻ്റെ കൂടെ വന്നാൽ എവിടെ വേണമെങ്കിലും ഞാൻ പോവാം. മോശയുടെ ബലം ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ. കർത്താവ് കൂടെയുണ്ട് എന്ന ഉറച്ച ബോധ്യം, അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്ന ബലമുള്ള വിശ്വാസം, അത് മോശയ്ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. തലശ്ശേരി ഭാഗത്ത് ഒരു അച്ഛനുണ്ട്, ഒരു മാത്യു അച്ഛൻ. അച്ഛൻ്റെ മനോഹരമായൊരു പാട്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. പാട്ട് പാടാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഐ നോ ദ വേർഡ്സ്. വരികൾ ഇങ്ങനെയാണ്: നാഥാ നീ എൻ്റെ കൂടെ വരണമേ, നാഥാ നീ എൻ്റെ കൂടെ വരണമേ, നീയില്ലാതെ എങ്ങനെ ഞാൻ ചെങ്കടല് മുറിക്കും, നീയില്ലാതെ എങ്ങനെ ഞാൻ മരുഭൂമി കടക്കും, നീയില്ലാതെ എങ്ങനെ ഞാൻ കാനാൻ നാട്ടിലെത്തും. നാഥാ നീ എൻ്റെ കൂടെ വരണമേ. പ്രയർ ഓഫ് മോസസ്. എനിക്ക് ചെങ്കടലുകൾ മുറിക്കാനുണ്ട്. നമ്മൾ എപ്പോഴും ഓർക്കണം, പുറപ്പാട് സംഭവം എന്ന് പറയുന്നത് ഒരു 3500 വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ സംഭവിച്ച ഒരു സംഭവ കഥയല്ല, ഒരിക്കലുമല്ല. ഇന്നും ദൈവം നമ്മുടെ മുമ്പേ നടന്ന് ചെങ്കടലുകൾ മുറിക്കുന്നുണ്ട്. ഇന്നും മരുഭൂമി കടക്കാൻ അവൻ നമുക്ക് കൂട്ടുവരുന്നുണ്ട്. കാനാനിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നല്ല ദൈവം പറഞ്ഞൊത്തിട്ടുള്ള സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സമൃദ്ധിയുടെ കാനാനിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഇവിടെ നമ്മുടെ ബലം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നമ്മുടെ കർത്താവുണ്ടെന്നുള്ളതാണ്. ഈ ബോധ്യമില്ലാത്തവരാണ് ഇടറിപ്പോണത്. ഈ ബോധ്യമില്ലാത്തവരാണ് നിരാശപ്പെടുന്നത്. ഈ ബോധ്യമില്ലാത്തവരാണ് ജീവിതത്തിൽ ചില കടുങ്കൈകളൊക്കെ ചെയ്യണത്. അതുകൊണ്ടാണ് ഈ ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ കൂടെ വേറെ ആരുണ്ട്,
എന്തുണ്ട് എന്നതല്ല പ്രശ്നം, നിന്റെ കൂടെ നിന്റെ കർത്താവുണ്ടോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ബോധ്യം നിനക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അവനെ നീ അനുഭവിക്കുന്നുണ്ടോ, അവന്റെ കൈകളിൽ നീ മുറുക്കി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചിന്ത. ഹല്ലേലൂയ. അവർക്ക് പറയാമോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര വിദഗ്ധമായിട്ടാണ് മോശ കർത്താവിനെ കുപ്പിയിലിറക്കണത്. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? മോശ പറയാണ്, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ അടുപ്പത്തിലാണെന്ന് എങ്ങനെ മനസ്സിലാവും? എന്നാ ചോദ്യമാണത് മോശയുടെ. കർത്താവേ, നീ എപ്പോഴെപ്പോഴും പറയുന്നുണ്ടല്ലോ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. നീ എപ്പോഴെപ്പോഴും പറയുന്നുണ്ടല്ലോ ഞാൻ നിന്റെ പ്രവാചകൻ, ഇത് നിന്റെ ജനം. അത് സത്യമാണെങ്കിൽ കർത്താവേ നീ എന്റെ കൂടെ വാ. നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ലൈനാണെന്നുള്ള കാര്യം, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലും പ്രണയത്തിലുമാണെന്നുള്ള സത്യം എങ്ങനെ നാട്ടുകാർക്ക് മനസ്സിലാവും? കർത്താവ് വരച്ചിട്ടുണ്ട്. മോശ വിദഗ്ധമായിട്ട് തമ്പുരാനെ പൂട്ടണത്. വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ, നീ എന്റെ കൂടെ വരണം. അടുത്ത വാചകം, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ, ഇഫ് യു കം, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ ഞാനും നിന്റെ ജനവും ഈ ഭൂമുഖത്തുള്ള സകല ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഞാനും നിന്റെ ജനവും ഈ ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. എപ്പോ? നീ എന്റെ കൂടെ വന്നാൽ. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൂടെ കർത്താവുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കൂടെ കർത്താവുണ്ട് എന്നുള്ളതാണ്. എവിടെയോ ഒരു കഥ കേട്ട്, ഔസേപ്പ് മറിയവും കൂടി ഈജിപ്തിലേക്ക് ഓടുകയാണ്. കുറച്ചു ദിവസം ആ വീടിന്റെ തൊഴുത്തിലായിരുന്നല്ലോ വാസം. പോണേന്റെ അന്ന് രാത്രി ഈ മാലാഖയുടെ മുന്നറിയിപ്പ് കിട്ടി. അപ്പൊ തന്നെ കൊച്ചിനെയും പെണ്ണിനെയും പൊക്കി ഔസേപ്പ് വീട്ടുകാരന്റെ അടുത്ത് ചെന്നു. അയാൾ പറഞ്ഞു, ഔസേപ്പ് പറഞ്ഞു, സാർ വലിയ ഉപകാരം ഇത്രയും ദിവസം ഇവിടെ താമസിക്കാൻ അനുവദിച്ചതിൽ. തരാനായിട്ട് കയ്യിൽ വിലപിടിപ്പുള്ളതൊന്നുമില്ല, എന്നാലും ഇതിരിക്കട്ടെ എന്നും പറഞ്ഞ് പോക്കറ്റിൽ കൈയിട്ട് ഒരു ഗോൾഡ് കോയിൻ, ഒരു സ്വർണ്ണ നാണയം ഇവിടെ രാജാക്കന്മാര് കൊണ്ട് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഒരെണ്ണെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞു, എന്നാലും നിങ്ങൾ അവിടെ സ്വർണം കണ്ട് തിളങ്ങണുണ്ടപ്പോ പാവം അത് വാടിച്ച് പോക്കറ്റിലിട്ടു. ഔസേപ്പ് പറഞ്ഞ്, സംഗതി ഇത്തിരി റിസ്ക് ആണ് പോക്ക്, മാലാഖയുടെ മുന്നറിയിപ്പുണ്ട്, പട്ടാളം പുറകിലുണ്ടെന്നാ പറയണേ, കൊച്ചനെ കൊല്ലൂന്ന് പറയണു, ഞങ്ങൾ പോവണം. ഔസേപ്പും മറിയവും കൊച്ചും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഈ വീട്ടുടമസ്ഥന്റെ കെട്ടിയോള് ഒച്ചപ്പാടായി. താൻ എന്തിനു കണ്ണീ ചോരയില്ലാത്തവനാണോ? ഈ പച്ച പാതിരിക്ക് അവറ്റേനെ ഇറക്കി വിട്ട് എന്താണ്? കുറച്ചെങ്കിലും ഒന്നായിരുന്നു കൂടെ നടക്കാൻ പാടില്ലായിരുന്ന? ഒറ്റയ്ക്കല്ലേ? പട്ടാളം പിന്നാലെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപകടം എപ്പോ വേണമെങ്കിലും സംഭവിച്ചൂടെ? ഈ പെണ്ണ്, ഇവന്റെ ഭാര്യ, വല്ലാണ്ട് ബഹളം വെച്ച്. കുറെ ബഹളം കഴിഞ്ഞപ്പോ കെട്ടിയവൻ പറഞ്ഞു, ഈ ഭർത്താവ് പറഞ്ഞു, നീ എന്തറിഞ്ഞിട്ടാണ് ഈ തുള്ളണത്? നീ എന്തറിഞ്ഞിട്ടാണ് ഈ തുള്ളണത്? എന്താണ്? അവരൊറ്റയ്ക്കല്ലേ? കൂടെ ഉള്ളത് ആരാന്ന നിന്റെ വിചാരം? ആ കൈ കിടക്കണ കൊച്ചാരാന്ന നിന്റെ വിചാരം? അവള് ചോദിച്ചു, ആരാ? ദൈവം. ആട്ടിടയന്മാര് വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. രാജാക്കന്മാര് പിന്നാലെ പിന്നാലെ വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ കണ്ടാണ്. കയ്യിലിരിക്കണ കൊച്ചൻ ദൈവത്തിന്റെ മോന. നീ മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങാൻ നോക്ക്, കർത്താവ് നോക്കിക്കോളൂ. ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ്
ജീവിതത്തിന്റെ ബലം. ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ് ജീവിതത്തിന്റെ മഹത്വം. നമ്മുടെ വീടിന്റെ വലിപ്പമല്ല, കാർപോർച്ചിൽ കിടക്കണ കാറിന്റെ ബ്രാൻഡല്ല, നിന്റെ മക്കളും പ്രിയപ്പെട്ടവരും ഈ അണ്ടകടാഹത്തില് ഏത് വലിയ രാജ്യത്താണെന്നുള്ളതല്ല, നിന്റെ ബാങ്ക് ബാലൻസിന്റെ വലിപ്പമല്ല, നിന്റെ സൗഹൃദങ്ങളുടെ സമൃദ്ധിയല്ല, സമൂഹം നിന്റെ മുമ്പിൽ വയ്ക്കുന്ന വലിയ സ്ഥാനമാനങ്ങളുടെ പകിട്ടല്ല. നിന്റെ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് നിന്റെ കൂടെ കർത്താവുണ്ടോ ഇല്ലയോ എന്നതാണ്. അതാലോചിച്ചു നോക്ക്. നിന്റെ കൂടെ കർത്താവുണ്ടാവും. ചില വീട്ടിൽ ചെല്ലുമ്പോ അറിയാം, അതിന് പച്ചമാര് വലിയ ഉപവാസവും നിരാഹാരവും ഒന്നും എടുക്കണ്ട. അത്യാവശ്യം ചോറുണ്ട്, ഇത്തിരി പ്രാർത്ഥിക്കണ കത്തനാരാണെങ്കിൽ ഏത് വീട്ടിൽ ചെന്നാലും പറയാം അവിടെ തമ്പുരാനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. കർത്താവിന്റെ സാന്നിധ്യമുള്ള ഭവനങ്ങളാവണം നമ്മുടെ ഭവനങ്ങൾ. സുഖത്തിന്റെ, സൗകര്യങ്ങളുടെ, അംഗീകാരങ്ങളുടെ, അധികാരത്തിന്റെ സമൃദ്ധിയൊന്നും അല്ലട്ടോ മക്കളെ നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തേണ്ടത്. നിന്റെ ഭവനത്തിൽ നിന്റെ ദൈവത്തിന് എന്ത് വിലയുണ്ട്? ഇപ്പൊ നോമ്പ് തുടങ്ങിയില്ല, കർത്താവിന് ഓരോരുത്തരും കൊടുക്കണ വില എന്താന്ന് ഈ നോമ്പ് എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. കർത്താവിന് വില കൊടുത്തിട്ടുള്ള വില എന്താന്ന് അറിയണമെങ്കിൽ നിന്റെ നോമ്പിന്റെ മാനദണ്ഡങ്ങൾ നോക്കിയാൽ മതി. പലരും പലതും പറയും, ഇറച്ചി മീനും കൂട്ടാണ്ടിരിക്കുന്നതൊന്നും അല്ല നോമ്പ്, കാരുണ്യ പ്രവൃത്തികളിലാണ് അത് അധിഷ്ഠിതം. എന്നിട്ട് കാരുണ്യ പ്രവൃത്തിയില്ല, കൊളസ്ട്രോളും ഷുഗറും പ്രഷറും മാത്രമുള്ള, അതുമില്ല ഇതും ഇല്ലാണ്ട് നടക്കണം എന്തോരം പേരാണ്. നിന്റെ ദൈവത്തോട് നിന്റെ പ്രതിബദ്ധത, വീട് പണിയുമ്പോ, വീട്ടില് പ്രാർത്ഥിക്കുമ്പോ നിന്റെ കർത്താവിനോട് നീ കാണിക്കണ ആത്മാർത്ഥത. കൊറോണ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും വിശുദ്ധ കുർബാന ഓൺലൈനിൽ കാണുന്ന ആൾക്കാർ എനിക്കറിയാം. ചില അമ്മച്ചിമാർക്ക് സ്വിറ്റ്സർലൻഡിന് പോകാൻ കുഴപ്പമില്ല, അമേരിക്കയ്ക്ക് പോകാൻ കുഴപ്പമില്ല, അയർലൻഡ് ആയാലും പ്രശ്നമില്ല. പക്ഷെ ഉമറത്തുള്ള പള്ളി പോവാൻ ഇത്തിരി കാലുവേദന, മുട്ടുവേദന, ലിഗ്മെന്റിന് വലിച്ചല്, ഉലകം ചുറ്റാൻ ഒരു മടിയില്ല. എല്ലാത്തിനും നേരമുള്ളവർക്ക് തമ്പുരാന് കൊടുക്കാൻ മാത്രം നേരമില്ല. വീട് ഓടായിരുന്നപ്പോ മര്യാദയ്ക്ക് സങ്കീർത്തനവും ചൊല്ലി കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന നേരം ഭവനം വീട് വാർക്കയായി കഴിഞ്ഞപ്പോ ചെറിയ ടി വി മാറി വലിയ ടി വി വന്നപ്പോ ഇപ്പൊ ഒന്നിനും നേരമില്ലെന്നാ പറഞ്ഞ. ഓൺലൈനിൽ കുർബാന കണ്ടുകൊണ്ടിരുന്ന ഏതോ അമ്മച്ചി സ്വർഗത്തിൽ ചെന്നപ്പോ പത്രോസ് തടുത്തു എന്നാ കഥ കേട്ടത്. ഓൺലൈനിൽ കുർബാന കണ്ടുകൊണ്ടിരുന്ന അമ്മച്ചി സ്വർഗത്തിൽ ചെന്നപ്പോ പത്രോസ് തടുത്ത്. എവിടേക്കാന്ന് ചോദിച്ചു. തള്ള പറഞ്ഞു സ്വർഗത്തിലേക്ക്. കുർബാനയൊക്കെ കാണാറുണ്ടായിരുന്ന, എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്ന പത്രോസെ. എങ്ങനെ? ഓൺലൈൻ. എന്നാ സ്വർഗവും ഓൺലൈനിൽ കണ്ടാൽ മതി. സ്വർഗവും ഓൺലൈനിൽ കണ്ടാൽ മതി. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെയാണ് കർത്താവ് മഹത്വപ്പെടുത്തുക. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെയാണ് കർത്താവ് മഹത്വപ്പെടുത്തുക. കർത്താവിനെ മഹത്വപ്പെടുത്താത്ത കുടുംബങ്ങളിൽ നിന്ന് പറയാൻ വിഷമമുണ്ട്, നിവൃത്തിയോടുകൊണ്ട് പറയണാണ്, കർത്താവിന്റെ മഹത്വം പടിയിറങ്ങിപ്പോകും. നിങ്ങൾ എന്നോട് ചേർന്നിരുന്നാൽ ഞാൻ നിങ്ങളോടും ചേർന്നിരിക്കും. നിങ്ങൾ എന്നോട് ചേർന്നിരുന്നാൽ ഞാൻ നിങ്ങളോടും ചേർന്നിരിക്കും. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും. ഞങ്ങൾ അച്ഛന്മാര് ഒട്ടേറെ കുടുംബങ്ങൾ സന്ദർശിക്കുന്നവരാ. ഒട്ടേറെ കുടുംബങ്ങൾ. ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോ
ആ കുടുംബത്തിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അമ്മാതിരി തമ്പുരാനെ സ്നേഹിക്കുന്ന കുടുംബങ്ങളാ, ദേവാലയത്തോട് ചേർന്ന് പാർക്കുന്ന കുടുംബങ്ങളാ, ദൈവിക കാര്യങ്ങൾക്ക് വില കൊടുക്കുന്ന കുടുംബങ്ങളാ. ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോ എന്തോരം പ്രാർത്ഥിച്ചാലും ഒരു കാര്യം ശരിയാവില്ല. കാരണം ഞങ്ങൾ ഈ പ്രാർത്ഥിക്കണ നേരത്ത് മാത്രമേ ഉള്ളൂ ഈ തമ്പുരാനോടുള്ള പ്രണയവും പ്രേമൊക്കെ. അത് കഴിയുമ്പോൾ അത് കഴിയും. കർത്താവ് നമ്മളെക്കാളും ബുദ്ധിയുള്ളവനട്ടാ. നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ മാമോദിസ നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ പോയി പരിപാടിക്ക് ക്ഷണിച്ച്, തോമാച്ച എന്റെ കൊച്ചിന്റെ മാമോദിസ കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലം, ഇപ്പോഴാണ് ഒരെണ്ണുണ്ടായി, നീ ഒന്ന് വരണട്ടാ. ചെറിയ തോതിൽ ആഘോഷമൊക്കെ ഉണ്ട്. തോമാച്ചൻ പറഞ്ഞു, എന്റെ പൊന്ന് ജോണിച്ച വരണമെന്ന് വലിയ മോഹമുണ്ട്, പക്ഷെ ഓഫീസിൽ ഇത്തിരി തിരക്കുള്ള ദിവസമാണ്, വരാൻ പറ്റില്ലട്ടാ. ഓ, എന്നാ സൗകര്യം പോലെ നീ ഒന്ന് വാ. ഓ, കുറേ നാള് കഴിഞ്ഞ് ഇതേ കൊച്ചന്റെ ആദ്യ കുർബാന സ്വീകരണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ശുശ്രൂഷ വീട്ടിൽ വീണ്ടും ചെന്ന് തോമാച്ചനെ വിളിച്ച്, തോമാച്ച മാമോദിസയ്ക്ക് വന്നില്ലട്ടാ, ഇതേ നാളെ കൊച്ചിന്റെ അടുത്ത പരിപാടിയാണ്, നീ വരണം. അപ്പോഴും ജോണിച്ചൻ പറഞ്ഞു, എന്റെ പൊന്നു തോമാച്ച വരണമെന്ന് മോഹമില്ല അഞ്ഞിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യാനാ, അന്ന് ഓഫീസിൽ ഒരു മീറ്റ് ഉണ്ട്. ഓ, വരാൻ പറ്റില്ല ജോണി. ശരി. കുറെ നാള് കഴിഞ്ഞപ്പോ നമ്മുടെ ഈ കുഞ്ഞിന്റെ മനസ്സമ്പതം ബിത്രോത്തൻ കല്യാണത്തിനൊരു പിന്നെയും ചെന്ന് വിളിച്ചു, തോമാച്ച വരണട്ട. അപ്പോഴും തോമാച്ചൻ പറഞ്ഞു, എന്റെ പൊന്നു ജോണിച്ച നീ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് ഓരോരോ പരിപാടിയാണുള്ള. ഇപ്പം തൊട്ട് പരിപാടി, എടാ മൂന്നാർ ഒരു 3 സെന്റ് സ്ഥലം മേടിച്ച അതിന്റെ ആധാരം അന്നാണ്. ഓ, വന്നില്ലട്ടാ. ഇത് കഴിഞ്ഞൊരു 4 മാസം കഴിഞ്ഞപ്പോ നമ്മുടെ പെരിയ ബഹുമാനപ്പെട്ട തോമച്ചന്റെ കൊച്ചന്റെ കല്യാണം. നിങ്ങൾ പറ, തോമച്ചൻ വന്ന് ജോണീനെ വിളിച്ച തറവാട്ടി പിറന്നവനാണെങ്കിൽ പോവോ? അഭിമാനമുള്ളവനാണെങ്കിൽ പോവോ? എന്തിനാ അവിടേക്കൊക്കെ പോണേ? ഒരു കാലത്തും കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാത്തവന്റെ വീട്ടില് കുടുംബയോഗം വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും പോവോ? ഇനി അഥവാ പോവണമെങ്കിൽ എന്തോരം കനപ്പെട്ട ഹൃദയവുമായിട്ടാ പോണത്. കർത്താവിന്റെ ക്ഷമയും കരുണയും സ്നേഹവും ഒക്കെ ബൈബിളിലുണ്ട് ട്ടാ. നമ്മളൊക്കെ മനുഷ്യരല്ലേ പ്രിയപ്പെട്ടവരെ, നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കാലത്തും യോഗത്തിന് വരാത്തവന്റെ വീട്ടിൽ യോഗം വെക്കുമ്പോ അവന്റെ വീട്ടിൽ ചെന്ന് കാപ്പി കുടിക്കാനും സ്നാക്സ് തിന്നാനും നമുക്ക് ഇത്തിരി വിമ്മിഷ്ടുണ്ടാവും, സ്വാഭാവികമാണ്. കർത്താവ് അത്ര ചീപ്പാന്ന് വിചാരിക്കരുത്. കർത്താവിന് ഒരു സ്റ്റാൻഡേർഡും ഇല്ല എന്ന് വിചാരിക്കരുത്. ജന്മത്ത് പള്ളി പോവാത്തവനും ഒരു കാലത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് നിൽക്കാത്തവനും ഒരു കാലത്ത് നോമ്പ് നോക്കാത്തവനും ദുഃഖ വെള്ളിയാഴ്ച പോലും ഇറച്ചി വിഴുങ്ങണവനൊക്കെ കർത്താവിനെ വിളിച്ചാൽ അവനിങ്ങനെ ഓടി വരും എന്ന് ചിന്തിക്കുന്നത് വല്ലാത്ത മൗഢ്യമാണ്. സത്യവേദ പുസ്തകത്തില് അവന്റെ കൃപകൾ കിട്ടിയവരൊക്കെ അവനെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തിയവരാ, അവനിൽ സമ്പൂർണമായും സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരാ. സത്യവേദ പുസ്തകത്തിൽ കൃപ വാങ്ങിച്ചവരൊക്കെ കർത്താവിന് വില കൊടുത്തവരാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവരുടെ ജീവിതത്തിൽ ബലഹീനതകൾ ഉണ്ടായിരുന്നു, അവരുടെ ജീവിതത്തിൽ പോരായ്മകൾ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ചിലര് വളരെ ഉന്നതരായിരുന്നു, ചിലര് വളരെ മോശക്കാരായിരുന്നു. പക്ഷെ ആരായിരുന്നാലും അവർ ജീവിതത്തിൽ വാക്കിലും പ്രവൃത്തിയിലും ഹൃദയത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തിയവരാ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് അവന്റെ കരുണ വാരി വിതറിയത്. അനുതപിക്കുന്ന പാപിക്കാണ് സ്വർഗം പറഞ്ഞിട്ടുള്ളത്. എല്ലാ പാപിക്കും സ്വർഗമൊന്നും ഇല്ലട്ടാ. അനുതപിക്കുന്ന പാപിക്കാണ് സ്വർഗം. തമ്പുരാനെ മഹത്വപ്പെടുത്തുന്നവനെയാണ്
തമ്പുരാൻ മഹത്വപ്പെടുത്തുക. കർത്താവിനെ മഹത്വപ്പെടുത്താത്തിടത്തു നിന്ന് കർത്താവിന്റെ മഹത്വം പടിയിറങ്ങിപ്പോവും. എൻ്റെ കൂടെയുള്ള ദൈവത്തെ ഞാൻ അറിയണം. അവൻ ആവശ്യം പോലെ സന്തോഷിപ്പിക്കാൻ പറ്റണം. അവന്റെ ജീവിതത്തെ നമ്മുടെ വ്യാപാരങ്ങളിൽ നമ്മൾ മഹത്വപ്പെടുത്തണം. അപ്പൊ തക്ക സമയത്ത് അവൻ നിന്റെ കാര്യത്തിൽ മനോഹരമായി ഇടപെടും. ഞങ്ങൾ അച്ഛന്മാരുടെ കാര്യമാണ് ഈ പറയണേ. അച്ഛന്മാരുടെ കാര്യം ഞാൻ പറയാം. ഞങ്ങൾ ഇടവകേന്നൊക്കെ സ്ഥലം മാറി പോകുമ്പോണ്ടില്ല, ചില ആൾക്കാര് പൂങ്കണ്ണീരൊഴുക്കും. ചിലർ വന്ന് സങ്കടമൊക്കെ പറയും. എനിക്കിഷ്ടം പോലെ അനുഭവം ഉണ്ടായി. ഭയങ്കര കരച്ചിലൊക്കെ കാണും. ഞാൻ പറയും, ഞാൻ മരിച്ചൊന്നും പോണില്ല ചേട്ടാ, ഞാൻ അടുത്ത ഇടവകയിലേക്ക് സ്ഥലം മാറി പോകണുള്ളില്ല. എന്നാൽ അച്ഛൻ പോവാനുള്ള 5-6 കൊല്ലായില്ലേ ഇങ്ങനെ സ്നേഹിച്ചും സന്ധിച്ചൊക്കെ ഇരിക്കുന്നു. ചേട്ടൻ വിഷമിക്കാണ്ടിരിക്കും. അങ്ങനെ ഭയങ്കര കരഞ്ഞും വിലപിച്ചും ആശംസകൾ നേർന്നും യാത്രയാക്കണ ആത്മാക്കള് പിന്നെ ജന്മത്ത് തിരിഞ്ഞു നോക്കാറില്ല. അച്ഛന്മാര് മാറിപ്പോകുമ്പോ എന്തൊരു സ്നേഹം എന്നറിയാമോ? പിന്നെ ആരും ആ വഴിക്ക് വരൂല്ല. ഒരു ഫോൺ കോള് പോലും വിളിക്കില്ല. എല്ലാവർക്കും വിടുന്ന കൂട്ടത്തിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ വേണ്ട, എന്തിനാണ് ഗുഡ് മോർണിംഗ് പോലും ഇല്ല. ഇത് കഴിഞ്ഞൊരു 10-20 കൊല്ലം കഴിയുമ്പോ ഈ കൊച്ചന്റെ കല്യാണത്തിനോടൊക്കെ അനുബന്ധിച്ച് ഈ ആത്മാക്കള് ഞങ്ങളെ കാണാൻ വരും. അതൊരു 1.5 വരവാണ്. എന്നിട്ട് പറയണെന്തെന്നറിയോ? എൻ്റെ അച്ഛൻ കെട്ടിച്ചില്ലെങ്കിൽ ഇവള് കെട്ടണില്ല എന്നാ പറയണേ. ഇത് ഞാൻ ചെന്നില്ലെങ്കിൽ ആ കല്യാണം നടക്കില്ലെന്നാണ്. അത്രയ്ക്ക് കാത്തിരിക്കണമെന്ന്. അമ്മാതി ഇത്രയും സ്നേഹം എന്നോടുണ്ടെന്ന് 20 കൊല്ലം കഴിഞ്ഞ അപ്പോഴേ എനിക്ക് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോൾ നമ്മളില്ലാത്ത കാശുണ്ടാക്കി ടാക്സി വിളിച്ച് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഒരു 5-10 അച്ഛന്മാരുണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കും, നീ എപ്പോഴാ വന്നേ? ഞാൻ ഒരു കണക്കിന് വന്നേങ്ങ. നിന്നെ ആരാ വിളിച്ചേ? എന്നെ ജോസേട്ടൻ വിളിച്ച്. നീ എന്താ പോന്നേ? എന്നെ ജോസേട്ടൻ വിളിച്ച്. എന്തും പറഞ്ഞാ വിളിച്ച? ഞാൻ വന്നില്ലെങ്കിൽ പെണ്ണ് കെട്ടൂല. ഈ ദുഷ്ടൻ ഇത് 10 അച്ഛന്മാരോടും പറഞ്ഞിട്ടുണ്ട്. വല്ലാത്ത സ്നേഹമാണേ. ആ ആശീർവാദത്തിന് അത്രയ്ക്ക് പകിട്ടൊന്നും കാണില്ല. അതിന്റെ കാരണം ഇതാണ്, അതുവരെ തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല. അതുവരെ ഒരു സ്നേഹപ്രകടനവും നടത്തിയിട്ടില്ല. ഞാൻ അതിവിശുദ്ധ രൂപത്തിലും ഭാവത്തിലും ഒന്നും അല്ലാട്ട് സംസാരിക്കണേ, വളരെ മാനുഷികമായിട്ട് നിങ്ങളെപ്പോലെ മജ്ജി മാംസമുള്ള ഒരു ആത്മാവായിട്ട് തന്നെ ഞാൻ സംസാരിക്കണത്. എന്റെ ജീവിതത്തിൽ എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുള്ളൊരു കാര്യം അത്. ഇടവകയിൽ ചങ്ക് പൊട്ടി ബലിയർപ്പിച്ചിട്ട് ഹൃദയപൂർവ്വം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് സ്ഥലം മാറിപ്പോയി കഴിയുമ്പോ തിരിഞ്ഞു നോക്കാത്തവര് 10-20 കൊല്ലം കഴിയുമ്പോ ഞാനില്ലെങ്കിൽ അവരുടെ ജീവിതം കട്ട പുകയായി പോകുന്നു പറഞ്ഞു വരുമ്പോ അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംഗതി ഇത്രയേ ഉള്ളൂ. കർത്താവിനെ വിളിക്കേണ്ട സമയത്ത് വിളിക്കാണ്ട് ആവശ്യ നേരത്ത് മാത്രം നോക്കി ചെന്നാണ്ടില്ല. ചിലപ്പോ തമ്പുരാനും പറയും, ഇത്രയും നാൾ എവിടെ പോയി കിടക്കരുത്. കർത്താവിനെ മഹത്വപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ. എവിടെയെല്ലാം അവനെ മഹത്വപ്പെടുത്താൻ സാധിക്കുമോ അവിടെയെല്ലാം അവനെ മഹത്വപ്പെടുത്തണം. ഇത് നോമ്പുകാലം. നിന്റെ കർത്താവിന്റെ കുരിശിനും അവന്റെ പീഡാനുഭവത്തിനും അവൻ നിനക്ക് വേണ്ടി പങ്കുവച്ച ഭീകരമായ വേദനകൾക്കും നിന്റെ ജീവിതത്തിൽ നീ കൊടുക്കുന്ന വിലയെന്തെന്ന് നിനക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെടുന്ന കാലമാണിത്. ആ കാര്യത്തിൽ നിനക്ക് വീഴ്ചയുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം. കുമ്പസാരക്കൂട്ടിൽ പലരും എന്ന് പറയുന്ന ഒരു പാപമാണ്. അത്ര ഗൗരവമല്ലാത്തത് കൊണ്ട് ഞാൻ ജനറൽ ആയതുകൊണ്ട് പറയണാണ്. അച്ഛാ, പ്രാർത്ഥിക്കാൻ പറ്റണില്ല. സന്ധ്യാപ്രാർത്ഥന മുടങ്ങിപ്പോണ്. പരിശുദ്ധ കുർബാനയ്ക്ക് പലപ്പോഴും മുടക്കം വന്നിട്ടുണ്ട്. എനിക്കൊറ്റ ഉപദേശമുള്ളൂ, പരിശുദ്ധ കുർബാനയിൽ മുടങ്ങണമെങ്കിൽ, കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെടണമെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, കർത്താവിനോടുള്ള നിന്റെ സ്നേഹത്തിലും ആത്മാർത്ഥതയിലും വല്ലാണ്ട് കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. നിന്റെ കുടുംബ പ്രാർത്ഥനയിൽ മുടക്കം വരുന്നുണ്ടെങ്കിൽ, നിന്റെ ബലിയർപ്പണങ്ങൾ നിനക്ക് ഇമ്പകരമല്ലാതാവണമെങ്കിൽ
നിനക്കത് താല്പര്യമില്ലാതെ വരണുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ദൈവത്തോടുള്ള നിന്റെ പ്രതിബദ്ധതയിലും അവനോടുള്ള നിന്റെ സ്നേഹത്തിലും വിള്ളലുകൾ വീണിട്ടുണ്ട് എന്ന് തന്നെ. തിരിച്ചു പിടിക്കാൻ നോക്ക് പ്രിയപ്പെട്ടവരെ, തിരിച്ചു പിടിക്കാൻ നോക്ക്. അതൊരിക്കലും നഷ്ടമല്ല. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കൃത്യമായിട്ട് കർത്താവ് മഹത്വപ്പെടുത്തും. ചിലരെങ്കിലും പറയും, അച്ഛാ കർത്താവ് കൂടെയുണ്ട്, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും പല പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആണല്ലോ അച്ഛാ. അതാണ് ഞാൻ ജിജിനോട് പറഞ്ഞത്. കർത്താവ് കൂടെ ഉണ്ടെന്ന് വെച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാവില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് കൂടെ ഉണ്ടെന്ന് വെച്ച് ജീവിതത്തിൽ സന്തോഷവും ഉത്സവങ്ങളും മാത്രമേ കാണൂ എന്നൊരിക്കലും കരുതരുത്. നമ്മുടെ തമ്പുരാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മളോട് പറഞ്ഞേക്കണേ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് ചുമന്നുകൊണ്ട് വരാനാ പറഞ്ഞേക്കണ പുള്ളി. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്നാണ് വാഗ്ദാനം. ഈ അടുത്ത കാലത്താ ഞാൻ ഈ കാനാവിലെ കല്യാണം വായിക്കായിരുന്നു. കാനാവിലെ കല്യാണം വായിച്ച് ചുമ്മാ കണ്ണടച്ച് കുറച്ചു നേരം ഇരുന്ന് പെട്ടെന്നൊരു തോന്നല്, കർത്താവേ ഞാൻ എല്ലാ സ്ഥലത്തും പോയി പ്രസംഗം പറഞ്ഞിട്ടുണ്ട്, വേറൊന്നുമല്ല, ആ കുടുംബനാഥന്റെ ഏറ്റവും വലിയ ഭാഗ്യം നിന്നെ കല്യാണത്തിന് വിളിച്ചതാണ്. ഞാൻ അങ്ങനെ പ്രസംഗം പറഞ്ഞേക്കണേ തമ്പുരാനെ. ആ കുടുംബത്തിന്റെ ഉടമസ്ഥന്റെ അല്ലെ കുടുംബക്കാരുടെ ഏറ്റവും വലിയ ഭാഗ്യം നീയും ഉണ്ടായിരുന്നു, നിന്റെ കൂടെ നിന്റെ അമ്മയുണ്ടായിരുന്നു. അവർക്ക് അത് കാരണം വളരെ സന്തോഷമായി. ഞാൻ അങ്ങനെ പ്രസംഗം പറഞ്ഞേക്കണേ. പക്ഷെ എന്റെ തമ്പുരാനെ, നീ ഉള്ളപ്പോഴാണല്ലോ വീഞ്ഞു തീർന്നു പോയത്. എനിക്കത് ഭയങ്കര ഒരു അടിയായിരുന്നു. പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്, നീ ഉള്ളപ്പോഴാണല്ലോ കർത്താവെ വീഞ്ഞു തീർന്നു പോയത്. കുറച്ചു നേരം ആ മനുഷ്യന് കുറച്ചൊന്നും ടെൻഷനല്ല അടിക്കേണ്ട വന്നേ. കുറച്ചു നേരം അവന്റെ അഭിമാനം അങ്ങ് കടലിന്റെ അടിവരെ ചെന്ന് അത്രമാത്രം അയാൾ നാണം കെടുന്ന അവസ്ഥയായിരുന്നു അത്. എന്തൊരു ഭീകരമാണത്. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, എടാ ഞാൻ കേറിയ വഞ്ചിയിലല്ലേ വെള്ളം കേറിയത്. അപ്പൊ എനിക്ക് അടുത്തടിയായി. ഞാൻ കേറിയ വഞ്ചിയിലല്ലേ വെള്ളം കേറിയത്. ഞാൻ വേഗം എടുത്ത് വായിച്ചു. സത്യമാണ്. അവൻ വഞ്ചിയുടെ തുമ്പത്ത് പൂക്കുറ്റി ഉറക്കാണ്. ഇവിടെ വഞ്ചിയിൽ വെള്ളം കയറാണ്. അതും ചില്ലറ കയറ്റമല്ല, മുങ്ങാറാഗോളം കയറിയെന്നാണ് പറയണേ. ദിപ്പ മുങ്ങും എന്ന പരുവത്തിലെത്തി. കർത്താവുള്ള വഞ്ചിയില പ്രിയപ്പെട്ടവരെ വെള്ളം കയറിയത്. കർത്താവ് ഉണ്ടായിരുന്ന കല്യാണ വീട്ടിലാണ് വീഞ്ഞു തീർന്നു പോയത്. എല്ലാ ദിവസവും കോഴിക്കട്ട ഉണ്ടാക്കി വിഴുങ്ങിക്കൊണ്ടിരുന്ന ലാസറാണ് ചത്തുപോയത്. ഈ മർത്തി മറിയും സ്ഥിരം ട്രീറ്റാണ്. എപ്പോഴൊക്കെ ആ വഴിക്ക് പോകണം അപ്പോഴൊക്കെ സ്ലീഹന്മാർ ഓടിക്കേറും ലാസറിന്റെ വീട്ടിൽ. നല്ല ഫുഡ് കിട്ടും. അമ്മാതിരി സ്ഥിരം കേറി നിരങ്ങിക്കൊണ്ടിരുന്ന കുടുംബത്തിലെ ഏക ബ്രെഡ് വിന്നറാണ് ലാസർ. തട്ടിപ്പോയത്. ഈശോ എന്നോട് പറഞ്ഞ കാര്യത്, ഞാൻ ഉണ്ടായത് കൊണ്ട് പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കില്ലട്ടാ, ഉറപ്പായിട്ടുണ്ടാവും. ഞാൻ കല്യാണത്തിന് വന്ന വീഞ്ഞ് തീരുവേ, ഞാൻ വഞ്ചി കേറിയ വെള്ളം കേറുവേ, ഞാൻ എന്നും വന്ന് ഉണ്ടുറങ്ങിക്കിടക്കണുണ്ടോ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് അടി നിനക്ക് കിട്ടും. പക്ഷെ ഒരു കാര്യം ഉറപ്പന്റെ മോനെ, വീഞ്ഞ് തീർന്നാലും പിന്നെ ഉണ്ടാവും. വെള്ളം കേറിയാലും വഞ്ചി മുങ്ങില്ല, ചത്താലും യു ഡോണ്ട് വറി, പൊങ്ങും. അതാണ് ഞാൻ. നിന്റെ ദൈവം അസാധാരണനായ ഒരു ദൈവമാണ്. കർത്താവിന്റെ കൂടെ അങ്ങനെ നടന്നിട്ട് വീഞ്ഞു തീർന്നു പോകുമ്പോഴേക്കും കെട്ടിത്തൂങ്ങണവരോട് കഷ്ടം എന്നല്ലാണ്ട് എന്താ പറയാ, വീഞ്ഞുണ്ടാക്കാൻ കഴിവുള്ളവൻ അവിടെ ഉണ്ടെന്ന് ബോധ്യം വേണം. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു, ഉറപ്പുണ്ടായിട്ടും വഞ്ചിയിൽ വെള്ളം കയറുമ്പോ ട്രെയിന് തലവെക്കുന്നവരോട് എന്താ പറയുക, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വേണം. ആ ബോധ്യം ഇല്ലാണ്ട് പോണതാണ് നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോണത്. മക്കള് വിദേശത്ത് പഠിക്കാൻ പോകും. ഈ പോണേറ്റങ്ങളൊക്കെ നാളെ നമ്മളെ നോക്കുമെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടാകും?
ഒരു ഗ്യാരണ്ടി ഇല്ലട്ടാ. നാളെ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ അവൻ എല്ലാ ആഴ്ച എന്നെ വിളിക്കൂട്ടാ. ഓ എൻ്റെ അച്ഛാ, ഒരു ദിവസം അവൻ എന്നെ വിളിച്ചപ്പേ കാണേണ്ട കാഴ്ചയായിരുന്നു. എന്ത് പറ്റി? അവന്റെ വീഡിയോ കോഡ് ഞാൻ കണ്ടു. അവന്റെ പുറകിലെ ചുമരുമേ ഒരു കുരിശു രൂപം. ഓ, ഞാൻ അത്ഭുതപ്പെട്ടു പോയച്ചാ. എൻ്റെ മോൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ ഇടയ്ക്ക് എങ്ങാണ്ട് കഴുത്തിൽ മാന്താൻ ചൊറിയാനായിട്ട് ഇങ്ങനെ പൊക്കി കൈ മാന്തിയപ്പോ ഒരു കൊന്തയാണ് അച്ഛാ പുറത്തേക്ക് വന്നേ. എൻ്റെ മോൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പാവം തള്ളയ്ക്ക് അറിയാമോ അമ്മേനെ വിളിക്കാൻ അവൻ സെറ്റിട്ട് വെച്ചേക്കാന്ന്. അമ്മേനെ വിളിക്കാൻ ഇരിക്കുന്ന സ്ഥലത്ത് പുറകിൽ കുരിശുണ്ട്. അമ്മേനെ വിളിക്കണ നേരത്ത് കഴുത്തിൽ കൊന്തയുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് അവൻ ലൈൻ അടിക്കുന്ന പെണ്ണിനെ വിളിക്കാൻ തൊട്ടപ്പുറത്ത് വേറെ സെറ്റപ്പ് ഉണ്ട്. ഈ പൊട്ടി ഇങ്ങനെ വിശ്വസിച്ചിരിക്കുക. ഇത് 24 മണിക്കൂർ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥനയാണ്, കുരിശുവരെയാണ്. അമ്മേനെ വിളിക്കണ കാരണം അവന്റെ വിചാരം ഇപ്പോഴും അമ്മയുടെ വിചാരം ഇപ്പോഴും മോന്റെ മനസ്സിൽ പച്ചകെടാത്ത ഓർമ്മയായിട്ട് ഈ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അമ്മ. നല്ല കിളുന്തും മദാമ്മമാരെ കാണുമ്പോ ഇവിടെയുള്ള ഈ സൊടാക്കപ്പി പോലെ ഇരിക്കണവരെ ഓർത്തിരിക്കണം. ആരോർക്കുന്ന പറയണേ? ആര് നമ്മളെ തേടി വരുന്ന പറയണേ? ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞ നമ്മുടെ നാടിന്റെ അവസ്ഥ സൂപ്പറാണ്. ഞാൻ എൻ്റെ ഇടവകയെ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ മൊബൈൽ നമ്പർ വികാരിയച്ഛൻ്റെ കുറിച്ച് വയ്ക്കുന്നതാണ് നല്ലത്. ആരോട് അനുവാദം ചോദിക്കാണ്ട് ഓടി വരാൻ ആകെ പറ്റണ ഒരാള് വികാരിയച്ഛനാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇടവകക്കാരോട്, എ എന്ന് എഴുതിയിട്ടൊരു കുത്തിടുക, എന്നിട്ട് ACHAN അച്ഛൻ എന്ന് എഴുതുക. അപ്പൊ ആദ്യം വന്ന് കിടക്കും. ആദ്യം കൊടുത്ത നെഞ്ചോയിനെടുക്കുമ്പോൾ വിളിക്കാൻ വേറൊരു മനുഷ്യ കുഞ്ഞുമില്ല, അടുത്തൊന്നും ഒരാളും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ സ്വന്തക്കാര്. മോശ കർത്താവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് മോശയ്ക്ക്. പുറപ്പാട് 33-ന്റെ 15-ഉം 16-ഉമാണ് അച്ഛൻ പറഞ്ഞത്. 17-ാമത്തെ വചനം എന്താണെന്നറിയോ? മോശയുടെ കർത്താവ് പറയാണ്, മോശെ, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ നിന്റെ കൂടെ വരും. അടുത്ത വാചകം, എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. 3 കാര്യമാണ് മോശയോട് ദൈവം പറഞ്ഞത്. മോശയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട്, ഞാൻ നിന്റെ കൂടെ വരും, കാരണം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. 3 വാചകം. ഞാൻ നിന്റെ കൂടെ വരും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ അറിയാം. ഇതിൽ പകുതി ദരിദ്രർക്ക് വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടി. അപ്പൊ ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അടുത്ത വാചകം എന്താ? ഇവനും അബ്രാഹത്തിന്റെ മോനാണ്, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈശോ സക്കേവൂസിനെ നോക്കി ആ കുടുംബത്തോട് പറഞ്ഞതാണ്. എന്നിട്ട് എന്തുണ്ടായെന്നറിയാമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചെന്നറിയും? പിന്നെ ഈശോയുടെ വഴിക്ക് പോയി സക്കേവൂസ് കയറി കിടന്നു പറഞ്ഞു. ഞാൻ ഈ അടുത്ത കാലത്താണ് ഒരു നോവൽ വായിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്നാണ് നോവലിലെ കഥ, ഇതിവൃത്തം. ഈശോ പോയി, ശിഷ്യന്മാര് 12 അണ്ണന്മാരും എല്ലാവരും ഫുഡ് അടിച്ച് സ്ഥലം കാലിയാക്കി. കെട്ടിയോനും ബാക്കി മക്കളൊക്കെ കൂടി പാത്രമൊക്കെ കഴുകി കമത്തി. 2 എണ്ണം വളരെ വൈകിയാണ് കയറി കിടന്നുറങ്ങിയത്. കാലത്ത് ആരോ കോളിംബെല്ല് അടിക്കണ ഒച്ച കേട്ടപ്പോഴാണ് സക്കേവൂസിന്റെ കെട്ടിയോൾ എഴുന്നേറ്റത്. കോളിംബെല്ല് എവിടെ നിന്ന് വന്നു എന്നൊന്ന് എന്നോട് ചോദിക്കരുത്, ഇത് കഥയാണ്. സക്കേവൂസിന്റെ കെട്ടിയോൾ ചാടിപ്പഴഞ്ഞ് എഴുന്നേറ്റ് ഓടിച്ചെന്ന് കർട്ടൻ മാറ്റി നോക്കി. 1/2 മണി അടിച്ചു. അവളുടെ കണ്ണ് തള്ളിപ്പോയി. വേറൊന്നുമല്ല, സക്കേവൂസിന്റെ വീടിന്റെ ഉമറത്ത് നാട്ടുകാരും മൊത്തം ഉണ്ട്. എല്ലാവരുടെയും കയ്യിൽ റേഷൻ കാർഡും ഉണ്ട്. സക്കേവൂസ് എന്താ പറഞ്ഞേക്കണേ? സ്വത്തില് പകുതി ദരിദ്രർക്ക്, വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടി. എല്ലാ BPL APL വന്നിട്ടുണ്ട്. ഇത് മൊത്തം കൊണ്ടുപോകാൻ റെഡി ആയിട്ട് വന്നേക്കണേ, സഞ്ചായിട്ട് വന്നേക്കണേ. ഇങ്ങനെ അനൗൺസ്മെന്റ് പുറത്തേക്ക് പോയിട്ടുണ്ട് രാത്രി തന്നെ. കെട്ടിയോള് ഓടി വന്ന് സക്കേവൂസിനെ ഉരുട്ടി എഴുന്നേപ്പിച്ച്, എടോ മനുഷ്യ വിടുവാ പറയുമ്പോ സൂക്ഷിച്ചു പറയണം. താൻ എന്ത് പ്രാന്താണ് പറഞ്ഞത്? എന്തടി പറ്റിയേ? താൻ വന്ന് നോക്ക്, പുറത്തെന്താ ബഹളോന്ന്, എന്താ പ്രശ്നം? താൻ വന്ന് നോക്കടോ. അവൾ ഇയാളുടെ മെക്കെട്ട് കയറി. ഈ പാവം വന്ന് കർട്ടൻ മാറ്റി നോക്കിയപ്പോ സക്കേവൂസിനും തല ചുറ്റണ പോലെ തോന്നി. സംഗതി പിടിവിട്ട്.
തങ്കപ്പെട്ട കെട്ടിയോള് അപ്പൊ തന്നെ ഫോൺ എടുത്ത് ആങ്ങളന്മാരെ വിളിച്ചു. അതാണല്ലോ വൃത്തിയുള്ള ഭാര്യ ആദ്യം ചെയ്യണ പണി. അവള് ബുദ്ധിയുള്ളവളാണ്. അവളപ്പം തന്നെ ആങ്ങളന്മാരെ വിളിച്ച്, ചേട്ടന്മാരെ, അളിയന് ഭ്രാന്താണ്, മൊത്തം തീർന്നു. നാട്ടുകാരി എല്ലാവരും വന്നിട്ട് ആകെ പ്രശ്നമാണ്. ഇവിടെ അരി ഉണ്ടാവില്ല, പച്ചക്കറി ഉണ്ടാവില്ല, നാളെ ഇവിടെ ഒരു സാധനവും ഇല്ല. പറഞ്ഞ നേരം കൊണ്ട് നാട്ടുകാര് സക്കേവൂസിന്റെ വീട് ലൂട്ട് ചെയ്തു, എല്ലാം എടുത്തോണ്ടോ എന്ന് പറയണേ. സക്കേവൂസ് കാലിയായി. അന്നത്തെ ദിവസം പിന്നെ ഉറങ്ങാൻ പറ്റുമോ? സക്കേവൂസ് ആകെ തകർന്നു. കാലത്ത് ഒരു കണക്കിന് എഴുന്നേറ്റ് സക്കേവൂസ് കെട്ടിയോളോട് പറഞ്ഞു, എടി ഭാര്യയെ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. താൻ എവിടേക്ക് പോകണം? അതിപ്പോ നീ അറിയണ്ട, ഞാൻ പോയിട്ട് വരാം. അപ്പൊ അവൾക്ക് വേറെ ടെൻഷനായി. ഇനി ഈ വേദന പങ്കുവയ്ക്കാൻ വേറെ ഏതെങ്കിലും വീട്ടിലേക്കാണോ പോണത്? നമ്മൾ അറിയാണ്ട് വല്ല ഭാര്യയും മക്കളും വേറെ ഉണ്ടോ? അങ്ങനെയൊക്കെയാണല്ലോ കൃപയുള്ള ഭാര്യമാര് ചിന്തിക്കുക. എന്തായാലും സക്കേവൂസ് വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം വരെ എവിടെയോ പോയി. വൈകുന്നേരമായി ഇപ്പൊ സക്കേവൂസ് തിരിച്ചു വന്നു. കെട്ടിയോളോട് ചോദിച്ചു, ഒരു ചൂടുവെള്ളം ഉണ്ടോ കുളിക്കാൻ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുളിക്കുണ്ട്, തിന്നാൻ ഒരു തരി കഞ്ഞിയുണ്ട്. അയാള് കുളിച്ച് കഞ്ഞി കുടിച്ച് കയറി കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് കാലത്തും സക്കേവൂസ് എഴുന്നേറ്റ് കെട്ടിയോളോട് പറഞ്ഞു, എടി ഞാനൊന്ന് പുറത്തു പോയിട്ട് വറ്റ, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പറ്റണില്ല. കെട്ടിയോള് ചോദിച്ചു, താൻ എവിടേക്കാ പോണേന്ന് പറഞ്ഞിട്ട് പോ. അത് നീ അറിയണ്ട, ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തിക്കോളാം. സക്കേവൂസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ സക്കേവൂസിന്റെ ഭാര്യ ഇളയ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അപ്പന്റെ പിന്നാലെ ഒന്നിപ്പോ എവിടേക്കാ പോണേന്നൊന്നറിയും. വീട്ടില് ഈ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ മിടുക്കന്മാര് ഇളയറ്റങ്ങളാണല്ല. അത് തന്നെ അവിടെ വർക്കൗട്ടായി. ഇളയത് പറഞ്ഞു, അമ്മ ഡോണ്ട് വറി, ഞാനേറ്റ്. സക്കേവൂസ് മുമ്പില്, കൊച്ചൻ പിന്നാലെ. കൊച്ചന് സക്കേവൂസ് കാണണില്ല. സക്കേവൂസ് നേരെ ഹൈവേയിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. കൊച്ചന്റെ ചങ്ക് ഇടിക്കാൻ തോന്നി, ടെൻഷനായി കൊച്ചന്. അപ്പം വണ്ടിക്ക് തലവയ്ക്കാൻ പോണോ? ഇടത്തോട്ട് നടന്നു സക്കേവൂസ്, കൊച്ചൻ പിന്നാലെ. കുറെ നടന്നു കഴിഞ്ഞപ്പോ സക്കേവൂസ് ഒരു മരത്തിന്റെ കടയ്ക്ക് ചെന്ന് നിന്നു. കൊച്ചനപ്പൊ അതിനേക്കാളും വലിയ ആദി. അപ്പൻ എന്തിനുള്ള പുറപ്പാട്? ഇനി തലേന്നെങ്ങാനും കയറുകൊണ്ട് വെച്ചിട്ടുണ്ടോ? കാര്യം അമ്മ വഴക്ക് പറയുന്നുണ്ട്, അങ്കിളുമാരും വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ട്, നാട്ടിലാകെ പ്രശ്നമാണ്, പൊട്ടനാന്ന് എല്ലാവരും വിളിക്കണേ. എന്തായാലും കൊച്ചൻ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ച്. പിന്നെ ഈ ആത്മാവിനെ കാണാനില്ല കൊച്ചനെ. അപ്പുറത്തുള്ള കുറ്റിക്കാട്ടിൽ ഇരുന്ന് കൊച്ചൻ കേൾക്കണുണ്ട്, അപ്പൻ മരത്തിന്റെ മുകളിലിരുന്ന് സൂപ്പർ കരച്ചിലാണ്, ഭയങ്കര കരച്ചിൽ. സന്ധ്യ വരെ തന്തം മുകളിലിരുന്ന് നിലവിളിച്ച്. വൈകുന്നേരം അയ്യപ്പ സക്കേവൂസ് കൂളായിട്ട് താഴെ ഇറങ്ങി നേരെ വീട്ടിലേക്ക്. കൊച്ചൻ പിന്നാലെ വന്നോണം വന്ന് സക്കേവൂസ് കുളിക്കാൻ ബാത്റൂമിൽ കയറി. ബുദ്ധിയുള്ള കെട്ടിയോള് പുറത്തുനിന്ന് കുറ്റിയിട്ട്. അവള് കൊച്ചനെ വിളിച്ച്, മോനെ, എന്ത് സംഭവം? ചെക്കൻ പ്രോജക്ട് റിപ്പോർട്ട് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അമ്മ, അപ്പൻ നേരെ ഹൈവേ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ട് അപ്പൻ ഇടത്തോട്ട് നടന്നു. എന്നിട്ട് അപ്പൻ ഒരു മരത്തിന്റെ കടയ്ക്ക് ചെന്ന് മുകളിലേക്ക് നോക്കി നിന്ന്. എൻ്റെ അമ്മേ, കെട്ടിയോള് നെഞ്ചത്തിടിച്ച്. അതെന്തിനാ മോനെ? അറിഞ്ഞൂടമ്മേ. അപ്പൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോ പെടച്ച് മരത്തുമ്മ കയറി. പിന്നെ ഒടുക്കത്തെ കരച്ചിലായിരുന്നു വൈകുന്നേരം വരെ. എന്നിട്ട് വൈകുന്നേരമായിപ്പോ അപ്പൻ താഴെ ഇറങ്ങി കൂളായിട്ട് വീട്ടിലേക്ക് വന്നു. അതാണ് ഉണ്ടായേക്കണേ. അവള് വാതിലിന്റെ താഴൂരി കഞ്ഞു പിടിച്ച് സക്കേവൂസ് കട്ടുമ്പോ വന്ന് കിടന്ന്. അവള് സൈഡിലും കിടന്നു. പൊത്തി പിടിച്ച് കിടക്കണേന്റെ ഇടയ്ക്ക് സക്കേവൂസിനോട് കെട്ടിയോളി ചോദിച്ചു, അല്ല മനുഷ്യ, താൻ എന്തിനാ മരത്തുമ്മ കയറി? അയാള് ഞെട്ടിത്തെറിച്ച് എഴുന്നേറ്റ്, നീ എങ്ങനെ അറിഞ്ഞത്? നീ അട്ടപ്പാടിയിൽ അണക്കരയിലും കാരണം ധ്യാനം കൂടാൻ പോയിട്ടോ? നീ ഇതെങ്ങനെ അറിഞ്ഞു? അയാള് ഞെട്ടി എഴുന്നേറ്റ് കട്ടുമ്പേന്ന്. കെട്ടിയോള് പറഞ്ഞു, ഭാര്യ എല്ലാം അറിയുന്നവളാണ്, നമ്മുടെ അടുത്ത് ഒളിക്കരുത്. ചേട്ടൻ കാര്യം പറഞ്ഞു, എന്തിനാ മരത്തുമ്മ കയറി? സക്കേവൂസ് ഭാര്യയോട് പറഞ്ഞു, എടി, നീ ഹൈവേ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. നീ ഹൈവേ കൂടെ നടന്നിട്ടുണ്ടോ? ഞാൻ നടന്നിട്ടില്ല. ഹൈവേയുടെ സൈഡിൽ നിൽക്കണ മരങ്ങൾ വല്ലതും നീ കണ്ടുണ്ടാ? മനുഷ്യ, താൻ എന്ത് ഈ പറയണത്? ഞാൻ മരം കാണാൻ പോണെന്തിനാ? എടീ, നമ്മുടെ ഹൈവേയില് ഇടത്തോട്ട് നടന്ന ഒരു മരമുണ്ട്. എന്തു മരം?
സിക്കമൂർ എന്ന പേരുള്ളൊരു മരം. ഓ അതിനെന്തോ കുഴപ്പം? എടി മിനിഞ്ഞാന്ന് എന്തോരം ഞാൻ അവനെ കാണാൻ കാത്തു നിന്നു എന്ന് നിനക്കറിയാമോ? എനിക്കറിഞ്ഞൂടാ. അവള് പറഞ്ഞു. എന്തായിരുന്നു ജനം, എന്തായിരുന്നു ഒരു വരവ്. ഞാൻ എന്തോരം നേരെ കാത്തു നിന്നത്, ഒരു തരത്തിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. അവസാനം ഞാൻ മുമ്പിൽ ഓടി ഇവനെ ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു നിവൃത്തിയില്ലാണ്ട് വന്നപ്പോ ഞാൻ കണ്ടുപിടിച്ച സൂത്രാണത്. ഞാൻ ആ മരത്തുമ്മ കയറി. ഓക്കെ, ആ മരത്തുമ്മ കയറിയ എന്നെ ആരും കാണൂല്ല എന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ ഈ തുണിയും കുന്ത്രാണ്ടൊക്കെ വെച്ച് എന്തോരം കഷ്ടപ്പെട്ട കയറിയെന്നറിയാമോ അതിന്റെ മുകളിൽ? ഓ നിനക്കറിയാമോ? മരത്തിന്റെ കടക്കക്കോടെ എന്തോരം മനുഷ്യരാ നടന്നുപോയത്, എന്തോരം മനുഷ്യര്. ഒരു മനുഷ്യ കുഞ്ഞു പോലും എന്നെ കണ്ടില്ല. ഞാൻ അതിന്റെ മുകളിൽ സുഖമായിട്ടിരുന്ന്, അവൻ അതിന്റെ അടികൂടെ പോയി. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ കെട്ടിയോളെ എന്തൊറ്റി? മരത്തിന്റെ നേരെ കടക്കെത്തിയപ്പോ അവൻ മുകളിലേക്കൊരു നോട്ടവും എന്റെ പേര് പറഞ്ഞൊരു വിളി. സാക്കേവൂസേ, കിടുങ്ങിപ്പോയി. താഴെ നിന്നുകൊണ്ട് അവൻ പറഞ്ഞ നമ്മുടെ വീട്ടിലാണ് ഫുഡ്. അങ്ങനെ ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് പോന്നേ. അങ്ങനെ അവൻ മിഞ്ഞാന്ന് നമ്മുടെ വീട്ടിൽ വന്നേ. കെട്ടിയോള് പറഞ്ഞു, ഒരു പ്രാവശ്യം പോയിരുന്നതിന്റെയാണ് ഇപ്പൊ അനുഭവിക്കണത്. ഇനിയും താൻ എന്തിന്റെ അതുമ പോയിരിക്കണത്? ഇനി എന്തുട്ടുള്ള ഇവിടെ നിന്ന് എടുത്തോണ്ട് പോവാൻ? തനിക്ക് വേറെ ഒരു പണിയില്ലേ മനുഷ്യ, താൻ പിന്നെ എന്തിനാണ് ഈ മരത്തുമ്മ പോയിരിക്കണേ? സക്കേവൂസ് കെട്ടിയോളോട് പറഞ്ഞു, എടി അന്നത്തെ പോലെ തന്നെ ഇപ്പോഴെന്റെ അവസ്ഥ. എന്താ അവസ്ഥ? ഒരു മനുഷ്യനും എന്നെ മനസ്സിലാക്കണില്ല, ഒരു മനുഷ്യനും എന്നെ തിരിച്ചറിയണില്ല, ഒരു മനുഷ്യൻ പോലും എന്റെ മനസ്സിന്റെ വേദന അറിയാൻ ശ്രമിക്കണില്ല. നിനക്ക് ഞാൻ ചീത്തയാണ്, കഴിവില്ലാത്തൊരു കെട്ടിയോനാണ് ഇപ്പോ. എന്റെ മക്കൾക്ക് ഞാൻ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്തൊരു തന്തിയാ. എന്റെ കാശില്ല. നിന്റെ ആങ്ങളമാർക്ക് ഞാൻ പമ്പര വിഡ്ഢിയ, നാട്ടുകാർക്ക് ഞാനൊരു പൊട്ടന. ഒരു മനുഷ്യൻ പോലും എന്റെ മനസ്സിന്റെ വേദന മനസ്സിലാക്കണില്ല, ഒരു മനുഷ്യൻ പോലും എന്നെ തിരിച്ചറിയണില്ല, ഒരാള് പോലും ഇല്ല എന്റെ ഹൃദയത്തിന്റെ വേദന അറിയാൻ. കെട്ടിയോള് പറഞ്ഞു, അതിന് മരത്തുമ്മ കേറിയിട്ട് എന്തോടോ ഗുണം? കെട്ടിയോള് പിന്നെയും ചൂടായി. സക്കേവൂസ് പറഞ്ഞു, നിനക്കറിയാമോ, അതുമ്മ പോയിരിക്കുമ്പോ മനസ്സിൽ ഇപ്പോഴും ഒരു ബലം. എന്ത് ബലം? അവൻ എന്നെ കാണുന്നുണ്ട്. ആ മരത്തുമ്മ കേറിയിരിക്കുമ്പോ എന്റെ മനസ്സ് എന്നോട് പറയണത് ഇതാണ്, പെണ്ണെ, ആരും കണ്ടില്ലെങ്കിലും അവൻ എന്നെ കാണുന്നുണ്ട്. ആരും മനസ്സിലാക്കണില്ലെങ്കിലും അവൻ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. ആരും എന്റെ വേദനകൾ അറിയാൻ ശ്രമിക്കണില്ലെങ്കിലും അവൻ എന്റെ വേദനകൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ അവിടെ പോയിരുന്ന് കരയണം. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി ഈ കഥ. ചോദ്യം, നിനക്ക് ഇങ്ങനൊരു സിക്കമൂർ മരമുണ്ടോ? ഡു യു ഹാവ് എ സിക്കമൂർ? അല്ലെങ്കിൽ നിന്റെ സിക്കമൂർ എവിടെയാ? എവിടെ ഇരിക്കുമ്പോഴാ നിന്റെ കർത്താവ് നിന്നോട് അത്രയ്ക്ക് അടുത്തിരിപ്പുണ്ടെന്ന് നിനക്ക് തോന്നണത്? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിന്റെ മക്കളും നിന്റെ മാതാപിതാക്കളും നിന്റെ കൂടപ്പിറപ്പുകളും നിന്റെ കൂട്ടുകാരും നിന്റെ ജീവിത പങ്കാളിയും നീ പ്രത്യാശ വെച്ചവരൊക്കെ നിന്നെ തള്ളി പറയുമ്പോഴും എന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്ന, സ്നേഹിച്ച് എന്റെ കൂടെ നടക്കണ ഒരു കർത്താവ് എനിക്കുണ്ടെന്നുള്ള ബോധ്യം നിനക്കുണ്ടാ? ആ ബോധ്യമുള്ളവൻ ഏത് പ്രശ്ന പ്രയാസങ്ങളിലും പിടിച്ചു നിൽക്കും. കർത്താവ് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു, ലോകം മുഴുവനും നിങ്ങൾ എല്ലാവരും എന്നെ ഇട്ടേച്ചു പോവും, പക്ഷെ ഞാൻ ഒരിക്കലും തനിച്ചല്ല, എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട്. ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ട്. ആ ഉറപ്പെനിക്കുള്ളിടത്തോളം ഞാൻ അജയനാണ്. കുരിശിൽ കിടന്ന് പെടയണ നേരത്തെ അവൻ പറഞ്ഞു, പിതാവേ, നിന്റെ കയ്യിലാണ് എനിക്കുള്ളതെല്ലാം, വേറെ ആർക്കൊന്നും കൊടുക്കാനില്ല, എല്ലാം തരാൻ എനിക്ക് നിന്റെ കരങ്ങൾ മാത്രമേ ഉള്ളൂ.
സ്നേഹമുള്ളവരെ, കർത്താവ് കൂടെയുള്ളപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ വേദനകളും വിഷമങ്ങളും ഉണ്ടാവും. പക്ഷെ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതാണ് എല്ലാ പ്രശ്ന പ്രയാസങ്ങൾക്കുമുള്ള ഉത്തരം. എല്ലാ പ്രശ്ന പ്രയാസങ്ങളെയും അതിജീവിക്കാനുള്ള ബലം നമുക്ക് തരുന്ന യാഥാർത്ഥ്യം. എന്റെ ദൈവം അസാധാരണനായൊരു ദൈവമാണ്. മൈ ഗോഡ് ഈസ് ആൻ അൺയൂഷ്വൽ ഗോഡ്. കല്യാണ വീട്ടിൽ അവൻ ഉണ്ടെങ്കിലും വീഞ്ഞു തീരും, അവൻ കേറിയ വഞ്ചിയിൽ വെള്ളം കേറും, അവൻ വല്ലാണ്ട് സ്നേഹിക്കുന്ന കുടുംബത്തിലും ദുരന്തങ്ങൾ ഉണ്ടാവും. ബട്ട് ഹി ഈസ് വിത്ത് മീ ആൻഡ് ഹിസ് നെയിം ഈസ് എൽ ഷദായ്. സിംപ്ലി മീൻസ് ദ വൺ ഹു ഈസ് മോർ ദാൻ ഇനഫ്. എന്തിനും മതിയായവനായ കർത്താവ്. അങ്ങനൊരു ദൈവം എന്റെ കൂടെ ഉണ്ട്. ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ല അവൻ പലപ്പോഴും പ്രവർത്തിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല അവൻ എനിക്ക് കിട്ടുക. ഞാൻ നിങ്ങളുടെ വരണ വഴിക്ക് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമുള്ള ഒരച്ഛന്റെ ഒരു പുസ്തകം വായിക്കായിരുന്നു. അച്ഛനത് പറഞ്ഞേക്കണം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അച്ഛൻ പറഞ്ഞേക്കണതാ, ഞാൻ എന്റെ കർത്താവിനോട് ഒന്നും ചോദിച്ചു വാങ്ങിക്കാറില്ല. അത്ഭുതം തോന്നി എനിക്ക്. ഞാൻ എന്റെ കർത്താവിനോടൊന്നും ചോദിച്ചു വാങ്ങാറില്ല. ചോദിച്ചു വാങ്ങിച്ചാൽ ഭയങ്കര റിസ്കാ, പിന്നെ അത് സൂക്ഷിച്ചു വെക്കണ്ടേ. ചോദിക്കാണ്ട് അവൻ തരണതാണ് സുഖം. ചോദിക്കാതെ അവൻ തരുന്നതാണ് ആനന്ദം. നന്നായിട്ട് അറിയാവുന്ന പെണ്ണാണ് മറിയം. അതുകൊണ്ടാണ് അവൾ അങ്ങനെ തന്നെ പറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ. ചോദിച്ചു വാങ്ങിക്കേണ്ടത് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണേ. മക്കളുടെ കാര്യത്തിലായാലും ആരുടെ കാര്യത്തിലായാലും ചോദിച്ചു വാങ്ങണത് റിസ്ക് ആണെന്നാണ് ഞാൻ വായിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ പോയിന്റ്. ചോദിച്ചു വാങ്ങണത് റിസ്കാ. അത് മുഴുവനും സൂക്ഷിച്ചു വെക്കാൻ നമ്മൾ കടപ്പെട്ടവരാ. നമ്മുടെ മാനുഷികമായ ബലഹീനതകളിൽ അത് അത്രയ്ക്ക് എളുപ്പമല്ല. പക്ഷെ ഈ ഡയലോഗ് ഉണ്ടല്ലോ, നിന്റെ ഇഷ്ടം പോലെ, അവൻ തരണതിന്റെ പുറത്ത് മുമ്പ് അത്രയ്ക്ക് റിസ്ക് ഒന്നുമില്ല. അതുകൊണ്ട് മക്കളെ കുറിച്ചും ആരെക്കുറിച്ചും പ്രാർത്ഥിക്കുമ്പോ, കർത്താവേ നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതുപോലെ അങ്ങോട്ട് നടന്നാ മതി, എനിക്ക് ഒരു കുഴപ്പമില്ലട്ടാ എന്ന് പറയുന്നതാണ് ബുദ്ധി. എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എനിക്ക് ആനന്ദം. എന്റെ കർത്താവ് അസാധാരണനായൊരു ദൈവം. ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല പലപ്പോഴും അവൻ എന്നോട് വർത്തിക്കണത്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല പലപ്പോഴും അവൻ എന്നോട് പെരുമാറുന്നത്. യെശയ്യായുടെ പുസ്തകം, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ ചിന്തകൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എന്റെ ചിന്തകളും പ്രവൃത്തികളും നിങ്ങളുടേതിനേക്കാൾ വ്യത്യസ്തമാണ്. നാം ചിന്തിക്കുന്നത് പോലെയല്ല നമ്മുടെ കർത്താവ് നമ്മോട് വർത്തിക്കണത്. മർത്ത പെണ്ണ് പ്രാർത്ഥിച്ചത് ലാസറിന്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാ. നീ വേഗം വാ, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. മർത്ത പ്രാർത്ഥിച്ചത് ലാസറിന്റെ സൗഖ്യത്തിന് വേണ്ടി. പക്ഷെ കർത്താവിന്റെ മനസ്സിൽ ഉണ്ടായത് അവന്റെ സൗഖ്യമല്ല, പിന്നെന്താ? അവന്റെ പുനരുത്ഥാനമാണ്. കർത്താവ് നിന്നെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും ചിന്തിക്കുന്നത് സൗഖ്യമല്ല, അതുക്കും മേലെ പുനരുത്ഥാനമാണ്. നിന്റെ ദൈവം പലപ്പോഴും അസാധാരണനായൊരു ദൈവമാണ്. പലപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് പിടികിട്ടൂല. നാമാന് സൗഖ്യം കിട്ടാൻ, നെയ്മാൻ, നിങ്ങളുടെ ബൈബിളിൽ പറയുന്ന മനുഷ്യനുണ്ടല്ലോ നെയ്മാൻ, അയാൾക്ക് സൗഖ്യം കിട്ടാൻ 7 പ്രാവശ്യം ചാവുകടലിൽ മുങ്ങിപ്പൊങ്ങി പോവാൻ പറഞ്ഞ അയാളോട്. ജോർദാൻ ചാവുകടലിൽ ലയിക്കണ സ്ഥലത്തത്ര നാമാനോട് മുങ്ങാൻ പറഞ്ഞത് എലീഷ. അയാള് മുങ്ങാൻ ആദ്യം വിസമ്മതിച്ചു. കാരണം കട്ടുപ്പാണ്. ഈ ദരിദ്രവാസിയുടെ മേത്താണെങ്കിൽ തൊലിയില്ല. ഇയാള് മുങ്ങുമ്പോ കിടന്ന് തുള്ളിച്ചാടും. അതുകൊണ്ട് അയാൾ മുങ്ങിയില്ല. അയാൾ ഭൃത്യന്മാരോട് പറഞ്ഞ്, സിറിയയിൽ നല്ല സൂപ്പർ നദിയുണ്ട്, അവിടെ ചെന്നിട്ട് മുങ്ങാം. ഭൃത്യന്മാരാ പറഞ്ഞ, യജമാന അങ്ങനെയല്ലല്ലോ, ഇവിടെ മുങ്ങാനല്ലേ പറഞ്ഞത്, കിട്ടിയാ കിട്ടി, പോയാ പോയി, നമുക്കൊന്ന് മുങ്ങിട്ട് പോവാ. അങ്ങനെ നെയ്മാൻ വന്ന് മുങ്ങണത് 7 പ്രാവശ്യം മുങ്ങിയെന്ന് പറയണേ. 6 പ്രാവശ്യം ഒന്നും നടന്നില്ല. പക്ഷെ 7ാമത്തെ പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിപ്പോ അയാളുടെ തൊലി അപ്പ ജനിച്ച കുഞ്ഞിന്റെ പോലെ സ്നിഗ്ധമായി എന്ന് ബൈബിള്. 7 പ്രാവശ്യം എന്തിനാ മുക്കണത് പ്രിയപ്പെട്ടവരെ? 1 പ്രാവശ്യം മുക്കിയാ പോരെ? സുഖപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതിനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ 1 പ്രാവശ്യം മുക്കിയാ പോരെ? 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു തമ്പുരാൻ.
നിന്റെ ദൈവം നീ വിചാരിക്കുന്ന പോലെ അല്ല നിന്നോട് പെരുമാറുക. നിന്റെ ജീവിതത്തിൽ ഈ മോശയുടെ കഥയൊക്കെ വായിക്കുമ്പോ ബൈബിളിന്റെ പുറകുവശത്ത് മോശ പോയ വഴിയുടെ മാപ്പൊക്കെ ഉണ്ട്. സങ്കടം വരും നമുക്ക്. എത്ര വട്ട ജോർദാന്റെ തൊട്ടടുത്ത് വരെ ഈ പാവം വരണത് ഇസ്രായേൽക്കാരെയും കൊണ്ട്. പിന്നെയും കറക്കാണ് മോശേനിട്ട്. എന്തോര കറക്കണത്. ഈ ചെങ്കടലൊക്കെ മുറിക്കണത് ആദ്യം വായിച്ചപ്പോ എനിക്ക് കുളിര് കോറി. പെട്ടെന്ന് അപ്പുറത്ത് എത്തൂന്നായിരുന്നു എന്റെ വിചാരം. കടത്തി കഴിഞ്ഞപ്പോ ആ മരുഭൂമിയിലിട്ട് എന്തോരം വട്ടപ്പാലം ചുറ്റിച്ച് തൊട്ടപ്പുറത്തുള്ള ജോർദാനിലേക്ക് എത്താൻ. എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. കർത്താവ് ഒരു കണ്ണുകൊട്ടിന് സൗഖ്യം കൊടുക്കുന്നുണ്ടില്ല. ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റ് ആണ്. ആ പാവം കർത്താവിനോട് പറഞ്ഞ് കാഴ്ച കിട്ടണം. കർത്താവ് കാർപ്പിച്ച് നിലത്ത് തുപ്പി. തുപ്പല് കൊണ്ട് ചെളി ഉണ്ടാക്കി. ഒരു ഭംഗി വേണ്ടേ കാര്യത്തിന്? തുപ്പല് കൊണ്ട് ചെളി ഉണ്ടാക്കി. അത് മൊത്തം ഈ പാവത്തിന്റെ മോന്തായത്ത് പൊത്തി പിടിപ്പിച്ച്. ഞാൻ ഈശോയോട് പലവട്ടം ചോദിച്ചു, എന്ത് മെനകെട്ട പരിപാടിയാണ്. എന്തോരോ സ്റ്റാൻഡേർഡ് അത്ഭുതങ്ങളും ഇവിടെ ആള് ചെയ്തേക്കണം. എന്തൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ളത്. ഈ തുപ്പലുകൊണ്ടൊക്കെ ചെളി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇന്നാണെങ്കിലും നമുക്ക് അത്ര ഇഷ്ടാവൂ? ഒരിക്കലും ആവില്ല. ഡോക്ടറെ കാണാൻ ചെന്ന് ഡോക്ടർ തുപ്പലൊക്കെ പാത്രത്തിലാക്കി തന്ന അടിച്ചു പാലിസാക്കി കളയും. ഞാൻ ഈശോയോട് പറഞ്ഞു കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട്. കർത്താവ് പറഞ്ഞ് നിന്റെ വഴിയല്ല എന്റെ വഴി. നീ വിചാരിക്കുന്നത് പോലെയല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് നീ കേൾക്കുക, ബാക്കി പിന്നാലെ വന്നോളൂ. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മത്തായി 17, അതായത് ശേഷം 17 അധ്യായത്തിൽ ശിഷ്യന്മാര് പറയും, ദേ പള്ളിയിൽ ടാക്സ് അടച്ചിട്ട് കുറെ നാളായി, എത്രയും പെട്ടെന്ന് ടാക്സ് അടയ്ക്കണം, ഇല്ലെങ്കിൽ പുരോഹിതന്മാര് വഴിയിൽ തടുക്കും, സംഗതി റിസ്ക് ആണ്. ഈശോ എന്താ പറഞ്ഞ? ഈശോ പത്രോസിനോട് പറഞ്ഞു, പത്രോസെ ഇങ്ങോട്ട് വാ. പത്രോസ് ഓടിച്ചത്. ചൂണ്ടിണ്ടാ? ഇല്ല. അതവിടെ പോയി. അതന്ന് അപ്പനെ വിട്ടപ്പോ ചൂണ്ടിയും വിട്ടു. ചൂണ്ടിയൊക്കെ അന്ന് ഉപേക്ഷിച്ചതല്ലേ കർത്താവ്? അന്ന് നീ പോയി ഒരു ചൂണ്ടി ഉണ്ടാക്ക. ഓക്കെ. ആ ചൂണ്ടിയും കൊണ്ട് ഗലീലി കടലിൽ പോയി മീൻ പിടിക്കും. ഓക്കെ. ആദ്യം പിടിക്കണം, മീനിന്റെ വായ തുറന്നു നോക്കണം. ഓക്കെ. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു കോയിൻ ഇരിക്കുന്നത് നീ കാണും. തന്നെ ഒരു കോയിൻ ഉണ്ടാവും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി ദേവാലയം നികുതി കെട്ടു. പള്ളിയില് ടാക്സ് അടയ്ക്കണ ട്രാക്കാണ് ഈ പറയണേ. കർത്താവിന്റെ പള്ളിയിൽ ടാക്സ് അടയ്ക്കാനുള്ള വഴിയാണ് ഈ പറയണേ. ചൂണ്ടി ഉണ്ടാക്കണം, ഗലീലി കടലിൽ പോയി മീൻ പിടിക്കണം, മീൻ പിടിച്ച മീനിന്റെ വായ തുറന്ന് നോക്കണം. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു നാണയം ഇരിക്കണത് നീ കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി ദേവാലയം നികുതി കെട്ട്. ഇത് ആദ്യം വായിക്കുമ്പോ അടിപൊളി, സൂപ്പർ അത്ഭുതം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് വട്ടുണ്ടാ? എന്തത് ഈ പറയണേ? എന്റെ പ്രശ്നം അത്രേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഈ മീന്റെ വായയിൽ ഇത് കൊണ്ടുവച്ച നേരം ഇവിടെ ആൾക്ക് ഇത് പോക്കറ്റിൽ ഇടാൻ പാടില്ല. ഇതെന്തിനാണ് ഈ മീന്റെ വായ? മര്യാദയ്ക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് പത്രോസ് ഇരുന്ന 1 രൂപ കാശ് കൊടുക്കുക. അതല്ല അതിന്റെ ഒരു മര്യാദ. കർത്താവ് പറയും, ഐ ആം ആൻ അൺയൂഷ്വൽ ഗോഡ്. ഞാനൊരു വ്യത്യസ്തനായ ദൈവമാണ്. നീ കരുതുന്നത് പോലെയല്ല എന്റെ ട്രാക്ക്, നീ ചിന്തിക്കുന്നത് പോലെയല്ല എന്റെ വഴികള്. അതുകൊണ്ട് ഏറ്റവും എളിമയോടെ നീ എന്നോട് ചേർന്നിരിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്താനുള്ള ഏതാനും കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. 1, മോശ പ്രാർത്ഥിച്ചതുപോലെ എന്നും പ്രാർത്ഥിക്കണം. നീ എൻ്റെ കൂടെ വേണം. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അതാണ്. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കരുത്. മോശയുടെ ജീവിതത്തിന്റെ ആകത്തുക അതാണ്. മോശ കർത്താവിനെ കാര്യമായിട്ടെടുത്ത്. മോശ കർത്താവിനെ കാര്യമായിട്ടെടുത്ത്. അപ്പൊ എന്തുണ്ടായി? കർത്താവ് മോശേനെ കാര്യമായിട്ടെടുത്ത്. യു ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് സോ സീരിയസ്ലി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാചകം അത്. You don't take yourself so seriously. Take your God seriously, and then God will take you seriously. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കരുത്. നീ നിന്റെ ദൈവത്തെ കാര്യമായിട്ടെടുക്കണം. അപ്പൊ ദൈവം നിന്നെ കാര്യമായിട്ടെടുക്കും. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവില്ല. മരണത്തിന്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടില്ല.
അതാണ് ദാവീദിന്റെ മനസ്സ്. അതാണ് ദൈവം തെരഞ്ഞെടുത്ത എല്ലാവരുടെയും മനസ്സ്. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കരുത്. ഓരോരുത്തരും ആലോചിച്ച് നോക്കിക്കോ, എവിടെന്നാ ഈ ടെൻഷൻ വരുന്നത്? പിള്ളേരുടെ പരീക്ഷ എടുക്കാണല്ലോ. എവിടെന്നാ മക്കൾക്ക് ടെൻഷൻ വരുന്നത്? എവിടുന്ന് അസ്വസ്ഥതകൾ ജനിക്കണത്? പിള്ളേരുടെ വിചാരം അവരുടെ വിരൽത്തുമ്പത്താണ് ഒക്കെ ഇരിക്കണെന്നാണ്. അവരുടെ ബുദ്ധിയാണ് എല്ലാം നേടിത്തരണേന്നാണ്. നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ള അഹങ്കാരം ഉണ്ടാവും. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കരുത്. നീ നിന്റെ ദൈവത്തെ കാര്യമായിട്ടെടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പൊ ദൈവം നിന്നെ കാര്യമായിട്ടെടുക്കും. You don't take yourself so seriously. Take your God seriously, and then God will take you seriously. കർത്താവിനെ മോശ കാര്യമായിട്ടെടുത്ത്. മോശയെ കർത്താവ് കാര്യമായിട്ടെടുത്ത്. മോശയെ പോലെ കർത്താവിനോട് പറയണം, നീ എൻ്റെ കൂടെ വരണം. നീ വരാണ്ട് ഒരു വഴിക്ക് ഞാൻ പോവില്ല തമ്പുരാനെ. നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ ബലം, എൻ്റെ ജീവിതത്തിന്റെ മഹത്വം. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും. 101% സത്യമാണ്. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും. അനുദിനമുള്ള ബലിയർപ്പണങ്ങൾ, അനുദിനമുള്ള കുടുംബ പ്രാർത്ഥനകൾ, നിന്റെ നോമ്പനുഷ്ഠാനം എന്ന് വേണ്ട, നിന്റെ ആത്മീയമായ എല്ലാ പ്രവർത്തന മേഖലകളും ശുശ്രൂഷ മേഖലകളും നീ ആത്മശോധന ചെയ്ത് നോക്കണം. ഹൗ ഫാർ ആൻഡ് ഹൗ മച്ച് you take your God seriously, how much and how far you glorify your God. നിന്റെ ദൈവത്തിൽ നിന്റെ കർത്താവിനെ നീ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സാധിക്കുന്നവര് എല്ലാവർക്കും ഉറപ്പാണല്ലോ വീട്ടിൽ കർത്താവുണ്ടെന്ന്. ബഹുമാനപ്പെട്ട വൈദികര് വന്ന് വീട് ആശീർവദിച്ച് കർത്താവിന് സമർപ്പിച്ചതാണ്. വീട് വെഞ്ചിരിപ്പെന്നൊരു ചടങ്ങുണ്ടല്ലോ, ചടങ്ങില്ലേ? വീട് കൂതാശ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ഒക്കെ വീട്ടില് കർത്താവുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടില് കർത്താവുണ്ട്. ഇന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഉറങ്ങണേക്ക് മുമ്പ് സമയം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ എല്ലാം കുഴപ്പമില്ല, പ്രാർത്ഥിക്കാനിരിക്കണ ഇടം ഉണ്ടാവും എല്ലാ വീട്ടിലും. എവിടെയെങ്കിലും ഒരു സ്ഥലം പ്രാർത്ഥിക്കാനിരിക്കണ ഇടത്തുനിന്ന് കണ്ണടച്ചിരിക്കുക. കുടുംബത്തിലുള്ള കർത്താവിനെ ഒന്ന് ധ്യാനിക്കുക. കുടുംബത്തിലുള്ള കർത്താവിന് വീട്ടിലെന്തെങ്കിലും തമ്പുരാന്റെ ചിത്രങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ മുഖത്തേക്ക് നോക്കിയാൽ മതി. കണ്ണടച്ച് എന്നിട്ട് കർത്താവിനോട് ചോദിക്കുക. വെരി സിമ്പിൾ എക്സർസൈസ് ആണ്, ചെയ്യാൻ പറ്റിയ നല്ലതാ. കണ്ണടച്ച് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ സുഖാണ? വേറൊന്നും ചെയ്യണ്ട. കർത്താവേ സുഖാണ? എങ്ങനെയുണ്ട് എന്റെ വീട്ടിലിരുന്നിട്ട്? ആർ യു ഹാപ്പി? നിനക്ക് സുഖാണ്? സന്തോഷായിട്ടാണോ നീ എന്റെ വീട്ടിലിരിക്കണത്? അതോ നിവൃത്തിയോടുകൊണ്ടാണ്? എന്റെ സ്വഭാവം കണ്ടിട്ട്, എന്റെ പ്രാർത്ഥന കേട്ടിട്ട് നിനക്ക് വല്ലപ്പോഴും ഓട്ടോറിക്ഷ വിളിച്ച് പോവാൻ തോന്നിയിട്ടുണ്ടോ? ഒന്ന് കർത്താവിനോട് ചോദിക്കണോട്ടാ. വീട്ടിൽ വന്നു കയറണ സകല ആൾക്കാരോടും നമ്മൾ ചോദിക്കില്ലേ, സുഖാണോ? സുഖാണോ? ആരോടെ ചോദിക്കാത്ത? പോസ്റ്റ്മാൻ വരുമ്പോ ചോദിക്കും സുഖാണോ? ഇലക്ട്രീഷ്യൻ വരുമ്പോ ചോദിക്കും സുഖാണോ? പിച്ചക്കാരൻ വരുമ്പോ ചോദിക്കും സുഖാണോ? കുറെ നാളായാലും ചേട്ടനെ കണ്ടിട്ട്. ഏത് നാട്ടുകാര്, വീട്ടുകാര്, കൂട്ടുകാര് വന്നാലും ചോദിക്കും സുഖാണോ? എന്തോരം നാളായി ഈ തമ്പുരാൻ വീട്ടിൽ പാർക്കാൻ തുടങ്ങി. അല്ല, പുള്ളി ഉണ്ടല്ലോ അല്ലേ? വീട് വെഞ്ചിരിപ്പ് കൂതാശ കഴിഞ്ഞപ്പോ തമ്പുരാൻ അവിടെ കുറ്റിയടിച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് അച്ഛന്മാര് വന്ന് അന്നാവെള്ളം തെളിച്ച് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, എങ്ങും പോയിട്ടില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ടാ, കർത്താവേ നിനക്ക് സുഖാണ്? എന്റെ വീട്ടിൽ പാർത്തിട്ട് എങ്ങനെയുണ്ട്? ആർ യു ഹാപ്പി? ഒരു പ്രാവശ്യമെങ്കിലും ചോദിക്കണോട്ടോ നിന്റെ ദൈവത്തോട്, എന്റെ വീട്ടിൽ സന്തോഷായിട്ടാണോ നീ ഇരിക്കണത്, അതോ നിവൃത്തിയേടുകൊണ്ടാണ്? എന്റെ പെരുമാറ്റവും സ്വഭാവ രീതിയൊക്കെ കണ്ടിട്ട് നിനക്ക് വല്ലപ്പോഴും ഓടിപ്പോണമെന്ന് തോന്നിയിട്ടുണ്ടോ? കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു തരും. കർത്താവിനെ മഹത്വപ്പെടുത്തണ കുടുംബങ്ങളിൽ അവൻ സന്തോഷത്തോടെ വാസം ചെയ്യും. അവൻ അനുഗ്രഹത്തിന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ച് അവിടെ തന്നെ കാണും.
കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും. കർത്താവ് കൂടെ ഉണ്ടെന്ന് വെച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും തീരൂല. പക്ഷെ അതുക്കും മേലെ നിനക്കൊരു കർത്താവുണ്ടെന്ന് നീ ഓർക്കണം. എന്തൊക്കെ പ്രശ്നവും പ്രയാസം ഉണ്ടായാലും നിന്നെ അറിഞ്ഞ്, നിന്നെ സ്നേഹിച്ച്, നിന്റെ കൂടെ നടക്കണ ഒരു ദൈവമുണ്ട്. വീഞ്ഞു തീർന്നു പോയാലും, വഞ്ചിയിൽ വെള്ളം കയറിയാലും, ആരൊക്കെ രോഗം വന്ന് ചത്തുപോയാലും അതിനെയെല്ലാം സുന്ദരമാക്കി മാറ്റാൻ, മനോഹരമാക്കി തീർക്കാൻ കെൽപ്പുള്ളൊരു കർത്താവിന്റെ സാന്നിധ്യം നീ അറിയണം, അനുഭവിക്കണം. ഈ ലോകത്ത് ആരേക്കാളും കൂടുതൽ നിന്നെ അറിയുന്നവൻ നിന്റെ കർത്താവാണ്. നിന്റെ ജീവിതത്തിലും വേണം ഒരു സിക്കമൂർ മരം. അതെന്താണെന്ന് കണ്ടെത്തണം. കർത്താവിനോട് ഹൃദയപൂർവം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇഷ്ടമുള്ള കർത്താവിന്റെ രൂപം മനസ്സിൽ ധ്യാനിക്കാം. ദൈവമേ, നീ എൻ്റെ ചാരത്തുണ്ടെന്നും നീ എൻ്റെ ഉള്ളിലുണ്ടെന്നും നീ എന്നിൽ വസിക്കുന്നുവെന്നും പലവട്ടം ഞാൻ ധ്യാനിച്ചിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ വചനങ്ങളിലൂടെ നിന്റെ നിറ സാന്നിധ്യം പലവരും ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. എൻ്റെ തമ്പുരാനെ, നീ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് ജീവിതത്തിലുണ്ടായിട്ടും എത്ര വട്ടമാണ് നിരാശയ്ക്കും അവിശ്വാസത്തിനും ഇടർച്ചകൾക്കും ഞാൻ കാരണമായിട്ടുള്ളത്. നീ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ്, നിന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ അനുഭവം പലപ്പോഴും എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ദൈവമേ, നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം നിന്നെ അനുഭവിച്ചതുപോലെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഓരോ നിമിഷത്തിലും നിന്നെ അനുഭവിച്ച് ജീവിക്കാൻ നീ എന്നെ സഹായിക്കണേ. നീ എൻ്റെ കൂടെ വരണേ കർത്താവേ. ചെങ്കടൽ മുറിക്കാനുണ്ട് എനിക്ക്, മരുഭൂമി താണ്ടാനുണ്ട് എനിക്ക്. എനിക്കും എൻ്റെ കുടുംബത്തിനും നീ പറഞ്ഞൊത്തിട്ടുള്ള സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ കാനാൻ വളരെ വളരെ ദൂരെയാണ്. നീ എൻ്റെ കൂടെ വേണം. നിന്നെപ്പോലെ എന്നെ അറിയുന്നവനും എന്നെ അറിയുമ്പോഴും എന്നെ സ്നേഹിക്കുന്നവനും അറിഞ്ഞും സ്നേഹിച്ചും എൻ്റെ കൂടെ നടക്കുന്നവനും എനിക്ക് വേറെ ആരുമില്ല. ആരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും നീ എന്നെ കാണുന്നുണ്ട്, നീ എന്നെ അറിയുന്നുണ്ട്, നീ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. വലിയ ബോധ്യം തരണേ എൻ്റെ യേശുവേ. കർത്താവേ, ഞാൻ കരുതുന്നതും ചിന്തിക്കുന്നതും പോലെയല്ല നിന്റെ പദ്ധതികളും നിന്റെ പ്രവൃത്തികളും. എൻ്റെ മനസ്സിന് ഗ്രഹിക്കാനാവാത്തത് പലതും നീ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കും. എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത വഴികളിലൂടെ നീ എന്നെ കൊണ്ടുപോകും. അപ്പോഴെല്ലാം നീ എൻ്റെ ദൈവമാണെന്ന് തിരിച്ചറിയാൻ, അസാധാരണനായ ഒരു കർത്താവാണ് നീ എന്ന് മനസ്സിലാക്കാൻ നീ എന്നെ പഠിപ്പിക്കണേ. കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്താൻ, അങ്ങനെ നീ മഹത്വപ്പെടുത്തുന്ന അനുഭവം സ്വന്തമാക്കാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണേ. എന്നെ തന്നെ അത്രമേൽ കാര്യമായിട്ടെടുക്കാതെ നിന്നെ കാര്യമായിട്ടെടുക്കാൻ, അതുവഴി നീ കാര്യമായി എടുക്കുന്ന അനുഭവം സ്വന്തമാക്കാൻ നിന്റെ ആത്മാവിനാൽ നീ എന്നെ സഹായിക്കണേ. അവർണ്ണനീയമായ സ്നേഹത്തെ പ്രതി കർത്താവേ, നിനക്ക് മഹത്വം. ആമേൻ.